നമസ്കാരം. FCRA ചട്ടഭേദഗതി ന്യൂനപക്ഷ വേട്ട ലക്ഷ്യമിട്ടുള്ളതാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സന്നദ്ധ സംഘടനകളെ ഇല്ലാതാക്കുന്നതാണ് പുതുക്കിയ ചട്ടം. എതിർക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞു. ആദ്യം ഇന്ദിരാഗാന്ധിയാണ് നിയമനിർമ്മാണം നടത്തിയത്. പിന്നീട് BJP സർക്കാർ നിയമം കർക്കശമാക്കി ന്യൂനപക്ഷ വിഭാഗങ്ങളെ ലക്ഷ്യമിടുന്നുവെന്ന് MV ഗോവിന്ദൻ ആരോപിച്ചു. ഇന്ന് ചർച്ച ചെയ്യുന്നത് FCRA നിയമ ഭേദഗതി ന്യൂനപക്ഷ സംഘടനകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണോ എന്നാണ്. BJPക്ക് വേണ്ടി ശ്രീ PR ശിവശങ്കർ, കോൺഗ്രസിന് വേണ്ടി ശ്രീ ജിൻഡോ ജോൺ, ചാർട്ടേഡ് അക്കൗണ്ടന്റായ ശ്രീ ജോണി പള്ളിവാതുക്കൽ, റവറൻ ഡോക്ടർ ജോൺസൺ തേക്കടയിൽ, അദ്ദേഹം ബിഷപ്സ് കമ്മീസറിയാണ്. ഈ 4 പേരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ PR ശിവശങ്കർ. ന്യൂനപക്ഷ സംഘടനകൾക്ക്, വിശേഷിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷ സംഘടനകൾക്ക് വലിയ ആശങ്കയുണ്ട്. CBCI തന്നെ ഇന്നലെ ആ ആശങ്ക ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. അമിത്ഷായോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം സമയം കൊടുത്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ കേവലം മതസംഘടനകളെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണോ? അതിനും അപ്പുറത്ത് പൗരാവകാശ സംഘടനകൾ, പരിസ്ഥിതി സംഘടനകൾ, ഇവയൊന്നും സർക്കാരിന് അലോസരമുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കാനുള്ള ഒരു മുൻകരുതലായി ഈ പുതിയ ഭേദഗതിയെ കാണാവുന്നതാണോ? അത് ഓരോരുത്തർ എങ്ങനെയാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെ താല്പര്യം പോലെ ഇരിക്കും. ഏതായാലും എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ FCRA സംഘടനകൾ, FCRA പണം സ്വീകരിക്കുന്ന, ഫോറിൻ ഫണ്ട് സ്വീകരിക്കുന്ന സംഘടനകൾ, NGOകൾ, അത് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പല കാലഘട്ടങ്ങളിലും ഇത്തരം യൂണിയൻ ഗവൺമെൻറ്, അതേപോലെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് പല കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. ഇത്തരം നടപടികളെടുത്ത സംഘടനകളിൽ വളരെ ചെറിയ ഭാഗം മാത്രമേ മതസംഘടനകളുള്ളൂ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സംഘടനകളുള്ളൂ. മറ്റ് സംഘടനകൾ, ഹിന്ദു സംഘടനകളും ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, പാഴ്സി തുടങ്ങിയ സംഘടനകൾ ധാരാളമുണ്ട്. അവരാരും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചായിട്ട് എനിക്കിതുവരെ അറിവില്ല. അപ്പോൾ ഇത് ഒരു മതസംഘടനയെ ഉദ്ദേശിച്ചിട്ടോ ന്യൂനപക്ഷ സംഘടനകളെ മാത്രം ഉദ്ദേശിച്ചിട്ടോ എന്നുള്ള വാദമുഖങ്ങൾ ശരിയല്ല. ഇതുപോലെ ക്യാൻസലേഷനായ സംഘടനകളുടെ എണ്ണം നോക്കിയാൽ നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായി ക്യാൻസൽ ചെയ്തിട്ടുള്ള BJP ഗവൺമെൻറ് വരുന്നതിന് മുൻപും അതിൻ്റെ കണക്കുകൾ എൻ്റെ അടുത്തുണ്ട്, ഞാൻ വേണമെങ്കിൽ പറയാം. അത്തരം കാലഘട്ടത്തിലും ഈ NGOകളെ ഇത്തരം നിയമത്തിൻ്റെ, FCRAയുടെ ഇതിനു മുൻപിലുള്ള പല നിയമങ്ങളുടെ അടിസ്ഥാനത്തിലും ക്യാൻസൽ ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടത് പലതും ന്യൂനപക്ഷ സംഘടനകൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സംഘടനയുടെ എണ്ണം വളരെ കുറവാണ്. അത് 2012 അതുപോലെ തന്നെ മറ്റു കാലഘട്ടത്തിലായാലും 2012 എനിക്ക് തോന്നുന്നു 3924 സംഘടനകളെ NGO ലൈസൻസ്, FCRA ലൈസൻസ് ക്യാൻസൽ ആയിട്ടുണ്ട്. അതിൽ വളരെ മൈനോറിറ്റിയാണ് ക്രിസ്ത്യൻ സംഘടനകൾ. അതിലാരും ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിലെല്ലാം BJP സർക്കാർ വരുന്നതിന് മുൻപും ഇത്തരത്തിലുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. ആ നടപടികൾക്കെതിരെ ഒന്നും ഉണ്ടാകാത്ത ഒരു പ്രത്യേക ഒരു വിഭാഗം അല്ലെങ്കിൽ ചിലർ മാത്രം അതിനെതിരെ ശബ്ദമുയർത്തുന്നത് ഈ ഇത് FCRA ആക്ടിൽ പറയുന്നത് പോലെ സംബഡി വാണ്ടഡ് ദ മണി ടു ബി ക്രിയേറ്റഡ് ഓർ ഡയറക്റ്റഡ് ടു അഗെയിൻസ്റ്റ് സം പൊളിറ്റിക്കൽ പാർട്ടി, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സാധിക്കാത്ത വിഷയം കൊണ്ട് മാത്രമാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതല്ല, ഈ FCRA വിഷയത്തിൽ കാര്യമായ പ്രശ്നമുണ്ട്, മതന്യൂനപക്ഷങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ വ്യക്തമായി പറയണം, ഇന്നിന്ന കാര്യങ്ങളാണ് ബുദ്ധിമുട്ടുള്ളത്. ഇപ്പോൾ ബിഷപ്പിൻ്റെയും അതേപോലെ തന്നെ കാത്തലിക് സംഘടനകളുടെയൊക്കെ അത്തരം വാദങ്ങൾ ഞാൻ നോക്കിയപ്പോൾ വളരെ ബാലിശമാണ്. ഇപ്പോൾ നോക്കൂ, 50% അഡ്മിനിസ്ട്രേഷൻ അക്കൗണ്ട് ഉപയോഗിക്കാനുണ്ടായിരുന്ന അവകാശം. ഒരു സംഘടനയ്ക്ക് 100 രൂപ വിദേശത്തുനിന്ന് കിട്ടിയാൽ 50% അഡ്മിനിസ്ട്രേഷൻ തുകയായി ചെലവാക്കാം എന്നുള്ളത് ഏത് ന്യായീകരണത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്? സംസ്ഥാന ഗവൺമെൻറ് പോലും 50% എനിക്ക് തോന്നുന്നു ഇവിടെ ചെലവാക്കുന്നില്ല അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഭാഗമായിട്ട്. അപ്പോൾ NGOയ്ക്ക് അത് വേണോ? വി റെഡ്യൂസ്ഡ് അപ് ടു 20%. 20% മതി അതിൻ്റെ അഡ്മിൻ ചെലവ്. ബാക്കിയുള്ള തുക ഇവിടെ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ തന്നെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക്, ഈവൻ ദ റിലീജിയസ് ആക്ടിവിറ്റീസ് ആവും, അതുവരെ ചെയ്യുവാനുള്ള അവകാശമുണ്ട്. അതുവരെ 50% ആക്കണമെന്ന് പറയുമ്പോൾ പല NGOകളും, പ്രത്യേകിച്ച് ഈ പറയുന്ന മതേതരമായ സംഘടനകൾ, മതപരമല്ലാത്ത സംഘടനകൾ, അവർ ഉപയോഗിക്കുന്നത് മറ്റു പല കാര്യത്തിനായിരിക്കും എന്നുള്ളത് ഉറപ്പല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടി ഈ നല്ല ഒരു നിയമത്തെ എതിർക്കുന്നത് അത് അത്ര ശുഭസൂചകമല്ല. അത് ചില വെസ്റ്റേൺ താല്പര്യങ്ങൾക്കാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അത് ബിഷപ്പുമാരോട് ആ കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. ശരി, നല്ല നിയമം എന്നാണ് ശ്രീ PR ശിവശങ്കർ ഈ നിയമത്തെ വിശേഷിപ്പിക്കുന്നത്. ശ്രീ ജിൻഡോ ജോൺ, 1976 അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയാണ് FCRA നിയമം കൊണ്ടുവന്നത്. അന്ന്
എതിർ രാഷ്ട്രീയ കക്ഷികൾക്ക്, കോൺഗ്രസിനെതിരെയുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് വിദേശ സഹായം കിട്ടുന്നോ എന്ന ആശങ്കയിലായിരുന്നു അത് എങ്കിൽ 2010 ഈ FCRA ചട്ടങ്ങൾ സമഗ്രമായി പരിഷ്കരിച്ചത് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാരാണ്. അവിടെയാണ് ഈ NGO പ്രവർത്തനങ്ങൾക്ക് കാര്യമായി പിടിവീണത്. പിന്നീട് അങ്ങോട്ട് BJP സർക്കാർ കുറെ കൂടി അത് കർക്കശമാക്കി. 2020 വളരെ കർക്കശമാക്കി FCRAയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ. ഇതിപ്പോൾ ആര് ഭരിച്ചിരുന്നോ അവരൊക്കെ ഭരണകൂടത്തെ അലോസരപ്പെടുത്താൻ സാധ്യതയുള്ള കൂട്ടർ എന്ന നിലയിൽ ഈ വിദേശ സംഭാവന പറ്റുന്ന ഗ്രൂപ്പുകളെ, അതിപ്പോൾ NGOകളാകാം, മതസംഘടനകളാകാം, മറ്റു തരത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനകളാണ്, അവർ ഏത് സർക്കാരിൻ്റെയും നോട്ടപ്പുള്ളികളായിരുന്നു. അപ്പോൾ UPA കാലത്തും ഇന്ദിരാഗാന്ധിയുടെ കാലത്തും ഇല്ലാതിരുന്ന വേദന ഇക്കാര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് ഉണ്ടാവേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവില്ല. UPA കാലത്ത് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ ഈ രാജ്യത്തെ ഏതെങ്കിലും വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന സംഘടനകളെ മതത്തിൻ്റെ പേരിലല്ല അവരാരും കോർണർ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. മതം ഒരിക്കലും ഒരു മാനദണ്ഡമായിരുന്നില്ലല്ലോ, എപ്പോഴെങ്കിലും ആയിരുന്നു. ഈ രാജ്യത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വിദേശ ഏജൻസികൾ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പല കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. പലതരത്തിലുള്ള ആക്ഷേപങ്ങളും അത്തരത്തിൽ വന്നിട്ടുള്ളതാണ്. അത് മറ്റൊരു കാര്യമാണ്. രാഷ്ട്രീയ അട്ടിമറിക്ക് വേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുന്നതൊക്കെ അത് ആ രീതിയിൽ തന്നെ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ അത്തരം നടപടികൾ സ്വീകരിക്കപ്പെടേണ്ടത് തന്നെയാണെന്നാണ് ഇവിടുത്തെ ടേക്ക്. അതിനേക്കാൾ അപ്പുറം ഇപ്പോൾ ഈ FCRA ഭേദഗതി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, അപ്പോൾ ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ പല കാര്യങ്ങളും കുറ്റകരമായി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ടുള്ളൊരു സർക്കാരിൻ്റെ കാലം കൂടിയാണ്. ഇപ്പോൾ അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ദിരാഗാന്ധിയെ കോർണർ ചെയ്യാൻ വേണ്ടി പലപ്പോഴും പറയുമ്പോൾ പോലും ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലറിസം എന്നുള്ള വാക്ക് എഴുതി ചേർക്കാൻ ആർജവം കാണിച്ചത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് സാധാരണ ജനങ്ങൾക്ക് ജീവിതത്തിന് ഗുണകരമാകുന്ന ഒത്തിരി തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള സർക്കാരുകളായിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഈ രാജ്യത്ത് ഭക്ഷ്യസുരക്ഷാ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, വനാവകാശ നിയമം, ഫെയർ കോമ്പൻസേഷൻ ആക്ട്, വിവരാവകാശ നിയമം, അങ്ങനെ ഒരുപാട് നിയമങ്ങൾ, ഈ തൊഴിലുറപ്പ് നിയമം അടക്കം ഈ രാജ്യത്തെ സകല മനുഷ്യർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള ജനപ്രിയ നിയമങ്ങളാണ് പാസ്സാക്കിയത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മുത്തലാഖ് നിരോധന നിയമം, പൗരത്വ ഭേദഗതി നിയമം, അതുപോലെ തന്നെ മറ്റേ കാശ്മീരിൻ്റെ പദവി എടുത്തു കളയുന്ന നിയമം, നോട്ട് നിരോധനം, FCRA ആക്ട്, വഖഫ് അമെൻമെൻറ്റ്, ഇതൊക്കെയാണ് പരിപാടി. അത് ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം. കാലാനുസൃതമായ മാറ്റം ഈ രാജ്യത്തെ ഏത് നിയമത്തിലും ഉണ്ടാകേണ്ടതുമാണ്. പക്ഷേ അത് ചെയ്യേണ്ടതുമാണ്. പക്ഷേ അത് ഏതെങ്കിലും പ്രത്യേക മതവിഭാഗങ്ങളെ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് ആ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് പ്രത്യേകമായ ഒരു തോന്നലുണ്ടാകുമ്പോൾ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ ഈ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ, തെരഞ്ഞെടുക്കപ്പെട്ടതല്ല, മോഷ്ടിച്ച തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്ന സർക്കാർ ശ്രമിക്കേണ്ടതും കൂടിയാണ് എന്നുള്ളതാണ്. അത് നൈതികതയൊന്നും ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർക്ക് വോട്ട് ചെയ്യുന്ന വോട്ട് ബാങ്കിൽപ്പെട്ട ആളുകളോട് പോലും നീതി കാണിക്കാത്തൊരു സർക്കാർ. ഈ രാജ്യത്തെ വിലക്കയറ്റത്തിൽ നട്ടം തിരിയുന്ന മനുഷ്യർക്ക് ഒരു ആശ്വാസം കൊടുക്കാനോ, തൊഴിലില്ലായ്മയിൽ നട്ടം തിരിയുന്ന മനുഷ്യർക്ക് ഒരു ആശ്വാസം കൊടുക്കാനോ, അല്ലെങ്കിൽ രോഗാതുരരായിട്ടുള്ള മനുഷ്യർക്ക് ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാനോ അത്തരം നിലപാടുകളൊന്നും എടുക്കാത്തൊരു സർക്കാർ. അപ്പോൾ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അത്ഭുതത്തിൻ്റെ ഒരു കാലം കഴിഞ്ഞു. അപ്പോൾ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം. ഞാൻ ഒരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ അഭിലാഷേ, ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് RSS. ഒരു ഗൂഢസംഘടനയാണ്. ഗാന്ധി വധത്തിലടക്കം ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് ആക്ഷേപങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുള്ള, സംശയിക്കപ്പെടുന്ന ഒരു സംഘടന. കലാപങ്ങൾക്കൊക്കെ ഒരുപാട് നേതൃത്വം കൊടുത്ത് ആക്ഷേപം നേരിടുന്ന ഒരു സംഘടന. ആ സംഘടനയുടെ ഫണ്ടിങ് എങ്ങനെയാണ്? ആ സംഘടനയുടെ അക്കൗണ്ടിങ് എങ്ങനെയാണ്? ആ സംഘടന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആരൊക്കെയാണ് അംഗങ്ങൾ? എന്താണ് അതിൻ്റെ രജിസ്ട്രേഷൻ പാറ്റേൺ? ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? വിദേശത്തുനിന്ന് വരുന്ന ഫണ്ട് ഉപയോഗിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാനോ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ഭംഗം വരുത്തുന്ന രീതിയിലുള്ളതാണെങ്കിൽ നമുക്ക് അക്കാര്യത്തിൽ ഒരു ഛേദവികാരം മനസ്സിലാക്കാം. ഇവിടെ വരുന്ന ഇപ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകളാണ് കൂടുതൽ ആശങ്ക പറയുന്നത്. അവരെല്ലാം ആതുര ശുശ്രൂഷ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹിക പ്രവർത്തന മേഖലയിലും ചെലവഴിക്കുന്ന ഫണ്ട് ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഇവരുടെ സംഘടനകൾക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ. ഗവൺമെന്റുകൾ പരാജയപ്പെടുന്ന സ്ഥലത്ത് കൂടിയാണല്ലോ ഇത്തരം സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്നത്. അവർ സാധാരണക്കാർക്ക് കുഷ്ഠരോഗികളെ ചികിത്സിക്കുകയും ക്ഷയരോഗികളെ ചികിത്സിക്കുകയും അവർക്ക് മരുന്നും ആഹാരവും കൊടുക്കുന്നതിൽ ഇവർക്ക് എന്താണ് പരാതിയുള്ളത്? അപ്പോൾ ഇതിങ്ങനെ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഈ രാജ്യത്ത് ഇനിയിപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലൊരു വോട്ടിനെ സ്വാധീനിക്കപ്പെടാവുന്ന, വികാരം രൂപപ്പെടാവുന്ന രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പൊന്നും പെട്ടെന്ന് വരുന്നില്ല. അതുകൊണ്ട് പാർലമെന്റിൽ കൊണ്ടുവന്ന ബില്ല് പെട്ടെന്ന് മാറ്റിവെക്കുകയും അതിനുശേഷം BJP നേതാക്കന്മാർ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം വെല്ലുവിളിക്കുന്ന സാഹചര്യം നമുക്കുണ്ടായി. ഇപ്പോൾ പാലായിലും
പൂഞ്ഞാറിലൊക്കെ മത്സരിച്ച BJP നേതാക്കന്മാരൊക്കെ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. അതിന്റെ ചുവട് പിടിച്ചിപ്പോൾ ഒരു ഭേദഗതി പാർലമെന്റിന് പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. അത്ഭുതപ്പെടാനൊന്നുമില്ല, ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ശരി. ഫാദർ ജോൺസൺ തേക്കടയിൽ, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ എന്തിനാണ് ഇക്കാര്യത്തിൽ ആകുലരാകുന്നത് മറ്റുള്ളവരെക്കാൾ? ഇവിടെ BJP പ്രതിനിധി ആ ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. എന്താണ് FCRA ചട്ടം ഭേദഗതി ചെയ്ത് കർക്കശമാക്കിയാൽ ഉണ്ടാവുന്ന പ്രശ്നം? പ്രിയ അഭിലാഷേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളും നിയമത്തിന് കാലാനുസൃതമായിട്ടുള്ള ചട്ടഭേദഗതികളും വരുത്തുന്നതിന് യാതൊരു സംശയവും ഒരു പ്രയാസവും ഇല്ല. കാരണം അത് ആവശ്യമാണ്. രാജ്യത്തിന്റെ എല്ലാ വിധത്തിലുള്ള പുരോഗതിക്കും ആ വിധത്തിൽ കാലാനുസൃതമായിട്ടുള്ള ചട്ടഭേദഗതികളൊക്കെ അനിവാര്യം തന്നെയാണ്. എന്നാൽ ഇതിനകത്തുള്ള ചില ക്ലോസ് നിങ്ങളൊന്ന് നോക്കിയോ? അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നത് മതപരിവർത്തനത്തിന് വേണ്ടി. അപ്പോൾ ഇവിടെ മതപരിവർത്തനം എന്നുള്ള ഒരു ലേബൽ ആരുടെ പേരിലാണ് ഇവർ ചാർത്തിയിരിക്കുന്നത്? ഭാരതത്തിന്റെ പുരോഗമന പാതയിലേക്ക് ജനതയെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് അത്യധ്വാനം ചെയ്യുന്നതായിട്ടുള്ള സാമൂഹ്യപരമായിട്ടാണെങ്കിലും സാംസ്കാരികപരമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും എല്ലാ തലങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ അവര് ചാപ്പകുത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ തുടങ്ങിയതല്ലല്ലോ. നമുക്കറിയാവുന്ന പോലെ വിചാരധാരയിൽ തന്നെ ക്രൈസ്തവ സമൂഹത്തെ ഒരു ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് ഇവര് അവരുടെ ഭരണം ആരംഭിച്ചിരിക്കുന്നത്. ആ ഭരണത്തിന്റെ തുടർച്ചയായിട്ട് വരുമ്പോൾ ക്രൈസ്തവ സമൂഹം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അത് രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് അംഗീകരിക്കാനുള്ള വൈഷമ്യം അവർക്കുണ്ടാകുന്നത് താഴെക്കടയിൽ കഴിയുന്നതായിട്ടുള്ള ജനത അവർ ഉയർന്നു വരുന്നു, മറ്റുള്ളവരെ ചോദ്യം ചെയ്യാൻ പ്രാപ്തരാകുന്നു, അവര് നട്ടലിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നു. ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന അങ്കലാപ്പാണ് വാസ്തവത്തിൽ ഈ തരത്തിലുള്ള ഭേദഗതികളിലേക്ക് പ്രത്യേകിച്ച് ആ പ്രത്യേക പദമൊക്കെ ഉപയോഗിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നു. ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട ശിവശങ്കർ സാർ പറയുകയുണ്ടായി, ഈ ബില്ലെന്ന് പറയുന്നത് ക്രൈസ്തവർക്ക് മാത്രം എന്താണ് ഇത്ര വിഷമം? ഇവിടെ ക്രൈസ്തവർക്ക് അങ്ങനെ ഒരു വിഷമമൊന്നുമില്ല. കാരണം വിദേശ ഫണ്ട് കൊണ്ടല്ല ക്രൈസ്തവർ ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. ക്രൈസ്തവരാണ് ഈ ഭാരതത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഈ RSSO അല്ലെങ്കിൽ BJP ഒക്കെ ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ചിന്തിക്കാൻ തുടങ്ങിയതും ഇവിടുത്തെ പൈനിയേഴ്സായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതും ഇന്ന് അവർക്ക് ചിന്തിക്കാനുള്ളതും പ്രവർത്തിക്കാനുള്ള വഴിവെട്ടി കൊടുത്തതും ക്രൈസ്തവർ തന്നെയാണ്. അതൊക്കെ ഒന്ന് ശാന്തമായിട്ടിരുന്ന് ചരിത്ര ഗ്രന്ഥങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ ശ്രീ രവിശങ്കർ സാറിനെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഭാരതത്തിൽ അധികൃതരായിട്ടുള്ള ജനതയെ ഉദ്ധരിക്കുന്നതിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കും സാമൂഹ്യ പരിഷ്കരണങ്ങളിലും ക്രൈസ്തവ സഭ ചെലുത്തുന്നതായിട്ടുള്ള ആ വലിയ സ്വാധീനത്തെയാണ് ഇവർ ഏറ്റവും അധികം ഭയപ്പെടുന്നത്. ആ ഭയത്തിന്റെ വെളിച്ചത്തിലാണ് ഇത്തരത്തിലുള്ള ചട്ടങ്ങൾ കൊണ്ടുവരുന്നത്. രണ്ട് കാര്യങ്ങൾ ഞാൻ ഇതിനോട് ബന്ധപ്പെടുത്തി പറയാം. ഒന്ന്, ഇതൊരു രാഷ്ട്രീയ താല്പര്യമാണോ ഈ ബില്ലിന്റെ പിന്നിലുള്ളത്, അതോ ഒരു രാജ്യ താല്പര്യമാണ്? രാജ്യ താല്പര്യമായിരുന്നെങ്കിൽ ഇത് നേരത്തെ അവർ കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് എന്തിനാണ് അവർ പോസ്റ്റ്പോൺ ചെയ്തത്? അപ്പൊ അത് രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യം തന്നെയാണ്, അല്ലെ? അല്ലെന്ന് പറയാൻ കാര്യമുണ്ടോ? ഇനി രണ്ടാമത്തത്, രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ പ്രാവശ്യവും ഇത് രജിസ്റ്റർ ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സംഘടന രാഷ്ട്രത്തിൽ മൊത്തത്തിൽ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്ക് ഇടപെടാനോ മറ്റൊരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് കഴിയുകയില്ല എന്നുള്ള ഒരു നിയമം. അത് ഏത് വിധത്തിലാണ് നമ്മുടെ രാജ്യത്തെ ബാധിക്കുക? ഉദാഹരണത്തിന്, നമ്മുടെ അയൽ സംസ്ഥാനത്ത് സുനാമി ഉണ്ടായപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾ അവിടെ പോയി, ഞങ്ങളടക്കമുള്ള ആളുകൾ അവിടെ പോയി ഒരുപാട് സഹായങ്ങൾ ചെയ്യുകയും ആ സമൂഹത്തെ അവിടെ രുടെ ക്യാമ്പുകളിലും മറ്റെല്ലാ ക്യാമ്പുകളിലും വേണ്ടുന്ന എല്ലാ സഹായങ്ങളും കൊടുത്ത കൂട്ടരാണ് ഞങ്ങൾ. അപ്പം അവിടെ ഞങ്ങൾ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും വ്യത്യാസമായിട്ട് നോക്കാറില്ല. മനുഷ്യരെന്നും ഇന്ത്യക്കാരെന്നും ഇന്ത്യ എന്റെ രാജ്യമാണെന്നും എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരെന്നും മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. അങ്ങനെയുള്ള സമൂഹത്തെ ഒറ്റപ്പെടുത്താനും അവരിവിടെ മതവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള തെറ്റായ ഒരു കിംവദന്തി സമൂഹത്തിലേക്ക് പരത്തിവിടാനുമുള്ള വലിയൊരു ത്വരയാണ് ഇതിലൂടെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ കൊണ്ടുവരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു അല്പം മൂളയുണ്ടെങ്കിൽ അവർ ഈ വിധത്തിലാണോ അത് ചിന്തിക്കുക?
ആർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അവരുമായിട്ടൊരു ചർച്ചയാകാം എന്നൊന്ന് ചിന്തിക്കണ്ടേ? ഭാരതത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ പൗരനും തുല്യരാണ്. ഓരോ പൗരനും ഈ ഭാരതത്തിൽ സ്വതന്ത്രമായും ഭയാശങ്ക കൂടാതെ ജീവിക്കാനും സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതാണ് ഭരണകർത്താക്കൾ ചെയ്യേണ്ടത്. എന്നാൽ ഒരു പ്രത്യേക സമൂഹത്തെ അല്ലെങ്കിൽ ചെറിയ ന്യൂനപക്ഷങ്ങളെയൊക്കെയോ ഭീതിയിലാക്കിക്കൊണ്ട് ഇവിടെ ഭരണം നടത്തി തങ്ങളുടെ താല്പര്യങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാമെന്ന് വിചാരിച്ച ഇത് സ്വതന്ത്ര ഭാരതമാണ്. അത് മറന്നു പോകണ്ട. ഇത് മതേതരത്വ രാജ്യമാണ്, അത് മറക്കരുത്. ശരി, അതാണ് ക്രൈസ്തവ സമൂഹത്തിന് പറയാനുള്ളത്. അവിടെ ശ്രീ ശിവശങ്കർ, ഇപ്പൊ നോക്കൂ, തദ്ദേശീയരുടെയും ആദിവാസികളുടെയും വിശ്വാസം, ആചാരം, ആരാധനാ സമ്പ്രദായം എന്നിവയുടെ കാര്യത്തിൽ മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ പാടില്ല എന്നൊക്കെ എഴുതി വെക്കുമ്പോൾ, അപ്പോൾ ഇവിടെ പറയുന്നത് പോലെ മതപരിവർത്തനം എന്ന് ചാപ്പകുത്തി ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെ വിലക്കാൻ ഇത് ഇടയാക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. മതപരിവർത്തനം നടന്നോ ഇല്ലയോ എന്ന് കണ്ടെത്തുന്ന പശ്ചാത്തലത്തിലല്ല, മതപരിവർത്തനം എന്ന ആരോപണം ചാപ്പകുത്തി കൊടുത്തുകൊണ്ട് ആദിവാസി മേഖലകളിൽ, പ്രത്യേകിച്ച് വനാന്തരങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന, ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുണ്ട്, ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട സംഘടനകളുണ്ട്. അപ്പോൾ ആ സംഘടനകളെ, ആ NGO കളെ എല്ലാം പൂട്ടാനുള്ള ഒരു ഏർപ്പാടായി ഇത് മാറുമോ എന്നുള്ളതാണ് ഈ ആശങ്കയുടെ കാതൽ. നോക്കൂ, ഈ രണ്ട് എൻ്റെ മഹത്ത് സുഹൃത്തുക്കളും ഈ ഡിബേറ്റിൻ്റെ കൂടെ നിൽക്കുന്നവരും, ജിൻഡോയും അതേപോലെ റവറൻഡ് ഫാദർ ജോൺ അദ്ദേഹവും, ആ ഉന്നയിക്കുന്ന ആരോപണങ്ങളിലൊന്നും കൃത്യമായ വ്യക്തതയില്ല എന്ന് ഈ ഡിബേറ്റ് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. വളരെ വ്യക്തമായി ഇന്ന പോയിന്റുകളിലാണ് ഞങ്ങൾക്ക് എതിർപ്പ് എന്ന് പറയാൻ ഇവർക്ക് രണ്ടുപേർക്കും സാധിച്ചിട്ടില്ല. അതിനേക്കാൾ മനോഹരമായി അഭിലാഷ് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ പൊളിറ്റിക്കൽ ആർഗ്യുമെൻ്റ് അദ്ദേഹം, എൻ്റെ പ്രിയ സുഹൃത്ത് കോൺഗ്രസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്, മറ്റു പല കാര്യങ്ങളും, ഏതായാലും മുത്തലാഖിനോട് തുല്യമായി ഇതിനെ ഉദ്ദേശിച്ചത് മുത്തലാഖ് നിയമം പോലെ ഏറ്റവും മോശപ്പെട്ട നിയമമാണ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ മുൻ പ്രധാനമന്ത്രി കൂടംകുളം പദ്ധതിയിൽ എങ്ങനെയാണ് വിദേശ ഫണ്ടുകൾ പ്രവർത്തിച്ചതെന്നും അതിലുള്ള പ്രവർത്തിച്ചവരുടെ നേതാക്കളുടെ പേരുകളുമെല്ലാം അറിയുമ്പോൾ കൃത്യമായിട്ട് അറിയാം. പിന്നെ ഇവർ പറയുന്ന മറ്റൊരു ആരോപണം, ഇപ്പോൾ RSSനെ കുറിച്ച് അദ്ദേഹം ഒരുപാട് പറഞ്ഞു. RSS ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വളരെ വർഷങ്ങളായി. FCRA ഫണ്ട് ഏതെങ്കിലും RSS സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അതിലെന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ താങ്കളുടെ സർക്കാർ നിരന്തരം ഉണ്ടായിരുന്നല്ലോ, അന്വേഷിക്കാമല്ലോ. ഇപ്പോഴും കർണാടക സർക്കാർ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കർണാടകയിൽ നിരോധിക്കട്ടെ അത്തരം ആരോപണങ്ങൾ. FCR നിയമത്തിൽ വലിയ പരാധീനകൾ, വലിയ ഫണ്ട് RSS വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇത്തരത്തിലുള്ള തെറ്റായ രീതിയിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് ജിൻഡോ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ DK ശിവർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും RSSനെ നിരോധിക്കണം. ഞാനും ജിൻഡോനെ പിന്തുണയ്ക്കാം. ഒരൊറ്റ കേസ് പോലും ഇല്ലാതെ പഴയ ആരോപണങ്ങൾ വീണ്ടും വീണ്ടും പറയാൻ ഞാൻ ഈ ചർച്ച അങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ കോൺഗ്രസ് സുഹൃത്തുക്കൾ ഇത്തരം ആരോപണങ്ങളിലാണ് കൂടുതൽ നിൽക്കുന്നത്. കുറച്ചുകൂടി നല്ല ആരോപണങ്ങൾ റവറൻഡ് ഫാദർ ജോൺസൺ ആണ് ഇവിടെ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിനും ഇവിടെ ബിഷപ്പ് നേരത്തെ പറഞ്ഞ പല ആരോപണങ്ങൾ പോലും റിപ്പീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് സങ്കടകരമാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരാരോപണം താങ്കൾ കൂടി റിപ്പീറ്റ് ചെയ്തത്, ഈ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ആക്ടിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ക്രിസ്ത്യൻ സംഘടനകൾ മതപരിവർത്തനം ചെയ്യുന്നു എന്ന ആരോപണമാണ്. അത്തരം ആരോപണങ്ങൾ ക്രിസ്ത്യൻ സംഘടനകളെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് എന്നാണല്ലോ ഇത്തരം ആരോപണങ്ങളുടെ ഒരു രത്നച്ചുരുക്കം. ഇതെന്തിനാണ് ഒരു മതപരിവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഞങ്ങളെക്കുറിച്ചാണെന്ന് തെറ്റിദ്ധരിക്കുവാനുള്ള എന്ത് പാതകമാണ് ഇവർ ചെയ്തത് എന്ന് ഇവർ തന്നെ പറയണം. 1. 2, മതപരിവർത്തനത്തിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ? മഹാത്മാഗാന്ധി തന്നെ നവംബർ 5, 1932 എഴുതിയതാണ്, മതപരിവർത്തനത്തെ ആണ് ഞാൻ നിരോധിക്കുക എനിക്ക് 1 മണിക്കൂർ ഭരണം കിട്ടിയാൽ എന്ന രീതിയിൽ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കോട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത്തരം ഒരു മതപരിവർത്തനത്തെ തെറ്റാണെന്ന് കണ്ടാൽ അത് ഫോറിൻ ഫണ്ട് കൊണ്ട് മാത്രം ചെയ്യണമെന്ന് ആവശ്യം വരുമ്പോഴാണ് ഇതിൽ തർക്കം വരുന്നത്. അത് മറ്റുള്ള വിദേശ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യ പോലെ വളരുന്ന രാജ്യങ്ങൾക്ക്, മറ്റു രാജ്യങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ടാകാൻ സാധ്യമുള്ള ഒരു 20-30 വർഷങ്ങൾക്ക് മുൻപ് BJP സർക്കാർ ഭരിക്കുന്നതിന് മുൻപും ഇത്തരത്തിൽ ഇന്ത്യയെ തകർക്കുവാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടംകുളം പദ്ധതി അടക്കം, നർമ്മദ പദ്ധതി അടക്കമുള്ള പല പദ്ധതികളും ഇന്ത്യൻ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ തകർക്കുവാനായിട്ട് ചൈനയും അതുപോലെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങളും നിരന്തരം ശ്രമിച്ചിട്ടുണ്ട് എന്ന് BJP മാത്രമല്ല
മാത്രമല്ല, മൻമോഹൻ സിംഗ് അടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിരന്തരമായി വിദേശ ശക്തികൾ, അവിടുത്തെ പല നിഗൂഢ ശക്തികളും ഇന്നും ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിൻ്റെ ഭാഗമായി പല NGOകളും അതിൻ്റെ തണലിൽ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മതപരിവർത്തനം നടത്തുവാനായിട്ട് വിദേശ ഫണ്ടുകൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് ഞങ്ങളെ മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. അതൊരു ഭൂഷണവുമല്ല സഭയ്ക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പം നേരത്തെ സൂചിപ്പിച്ച് നോക്കൂ, താങ്കളും പറഞ്ഞു, ഗ്രാമവാസികളെ, പ്രത്യേകിച്ച് SC/ST വിഭാഗങ്ങളെ, വനവാസികളെ ഇത്തരം അവരുടെ കൺവേർഷൻ നടത്തുകയാണെങ്കിൽ, അവരുടെ ജീവിതപരമായ, മതപരമായല്ല, അതിന് വിദേശ ഫണ്ട് സ്വീകരിച്ച് മാത്രമേ പറ്റുള്ളൂ എന്നുണ്ടോ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആദിവാസി സംഘടനകളിൽ പ്രവർത്തിക്കുന്നത് BJPയുടെയും RSSൻ്റെയും സംഘടനയാണ്. ഞങ്ങൾക്ക് വിദേശ ഫണ്ട് അവിടെ നിന്ന് വരുന്നില്ലല്ലോ, ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ഇതിനേക്കാൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ എത്രയും വിദേശത്ത് ആദിവാസി സഭകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആദിവാസി MLAമാരുള്ള, ആദിവാസി സ്കൂളുകളുള്ള ഏത് സംഘടന ഉണ്ടെന്ന് ഇന്ത്യയിൽ? ഞങ്ങൾക്ക് എത്രയും പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ റവറൻഡ് ഫാദർ പറയുന്നത് പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായാൽ അവിടെ പ്രവർത്തിക്കാൻ വിദേശ പണം തന്നെ വേണം എന്ന് നിർബന്ധമുണ്ടോ? വിദേശ ഫണ്ട് ഇല്ലാതെയും പ്രവർത്തിക്കാൻ പാടില്ലേ? അത്തരം സമ്പത്ത് ധാരാളം ഇല്ലേ? ഇതുവരെ അവർക്ക് ചെയ്ത കാര്യങ്ങളില്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ഇപ്പം ഞാൻ നോക്കൂ, ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ചോദിച്ചു എന്നാണ് ഒരു ബിഷപ്പ് പറഞ്ഞ കംപ്ലൈൻറ്റ്. ഇത്തരം FCRA അക്കൗണ്ട് തുടങ്ങുമ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ചോദിച്ചില്ലെങ്കിൽ MHAക്ക് എടുക്കാൻ പറ്റില്ലേ? ചോദിച്ചാൽ എന്താണ് തെറ്റ്? സോഷ്യൽ മീഡിയയുടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ കേന്ദ്ര ഭരണത്തിന് അത് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുവാൻ, അത് എനിക്ക് ഉറപ്പുണ്ട് ക്രിസ്ത്യൻ സംഘടനകൾ അത്തരം സോഷ്യൽ മീഡിയയിലൂടെ അത്തരം ഒരു ആവശ്യങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രചരണങ്ങൾ നടത്തില്ല എന്ന്. പക്ഷേ നടത്തുന്നവരുണ്ട്. അത്തരം നടത്തുന്നവർക്കെതിരെ ആ കൂടിയുള്ള ഒരു നിയമത്തെ എന്തിനാണ് ഇവർ ഇത്രയേറെ ഭയക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ ചർച്ചയിലെങ്കിലും ഇവർക്ക് വ്യക്തമായ കാരണങ്ങളോടെ ഏത് നിയമങ്ങളാണ്, ഒരൊറ്റ കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരൊറ്റ കാര്യം കൂടി, ഇതിനകത്ത് ഈ നിയമത്തിൽ പേജ് നമ്പർ 15 അതിൽ വളരെ പറയുന്നുണ്ട് സസ്പെൻഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ്. 13I, every person who certifies that means suspended shall utilize the prescribed manner the foreign contribution in his custody with the prior approval of the central government. This is the only requirement. ഈ സംസ്ഥാനത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 50% എന്നുള്ള അഡ്മിനിസ്ട്രേഷൻ അക്കൗണ്ട് 20% ആക്കി എന്നുള്ളതടക്കമുള്ള പിന്നെ സബ് ഗ്രാന്റ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു ഫോറിൻ ഫണ്ട് മേടിച്ചിട്ട് ഒരു NGO അത് സബ് ഗ്രാന്റ് ചെയ്യുന്നു, അത് അനുവദിക്കാമോ? അതേപോലെ തന്നെ ഇവിടെ പ്രിസ്ക്രൈബ്ഡ് മാനറിൽ എഴുതി കൊടുക്കാത്തതല്ലാത്ത കാര്യത്തിന് ഇത് ഉപയോഗിക്കുന്നു, അത് ആവശ്യമാണ്. നിരന്തരമായി ഏതാവശ്യങ്ങളിലേക്ക് പോകാൻ പറ്റുമോ? ശരി. ശ്രീ ജോണി പള്ളുവാതുക്കൽ, അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ശ്രീ ജോണി, ഇപ്പോ ഉയരുന്ന ആശങ്ക എന്തടിസ്ഥാനത്തിലാണ്? 2015 ശേഷം 18,000-ഓളം FCRA ലൈസൻസുകൾ റദ്ദായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട കേരളത്തിലെ അടക്കം അക്കൗണ്ടുകളുണ്ട്, ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ അടക്കം. ഇപ്പോൾ കേരളത്തിൽ 1040 FCRA അക്കൗണ്ടുകളാണ് ഉള്ളത്. 22,000 കോടി രൂപ മൊത്തം വിദേശ സംഭാവനയായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഓരോ വർഷവും. ഈ റെഗുലേഷൻ ആക്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഏത് തരത്തിലാണ് ഫോറിൻ കോൺട്രിബ്യൂഷനെ ബാധിക്കുക? മിസ്റ്റർ അഭിലാഷ്, ഫോറിൻ കോൺട്രിബ്യൂഷൻ അമെൻമെൻറ്റ് ബിൽ 2026 ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ റൂൾ 2026 രണ്ടും എൻറ്റയർലി ഡിഫറൻ്റ് ആണെന്ന് ആദ്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എന്ന് വച്ചാൽ അമെൻമെൻറ്റ് ബില്ല് വരാൻ പോകുന്ന ഒരു അമെൻമെൻ്റാണ്. എന്നാൽ 22 ജൂൺ മുതൽ 2026 ജൂൺ 22 മുതൽ നിലവിൽ വന്ന ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത റൂളാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അമെൻമെൻറ്റ് റൂൾ 2026. അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ റൂൾ 2011 ആണ് ഇപ്പോൾ അമെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ അമെൻമെൻറ്റ് പ്രകാരം പല കാര്യങ്ങൾക്കും വ്യക്തത വന്നിട്ടുണ്ട്, ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്നാൽ പല കാര്യങ്ങളും പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുമുണ്ട്. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടുകൾ വരുന്ന കാര്യങ്ങൾ, ഒന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മതപരിവർത്തന ശ്രമം നടന്നാൽ അതൊരു വയലേഷനായിട്ട് കണക്കാക്കും. നേരത്തെ കൺവേർഷനാണ് ഒരു വയലേഷൻ ആയിരുന്നെങ്കിൽ ഒരു ശ്രമം നടന്നാൽ തന്നെ
അതൊരു മതപരിവർത്തനമായിട്ട് കണക്കാക്കുകയും അതനുസരിച്ച് വയലേഷനായിട്ട് കണക്കാക്കുകയും അതനുസരിച്ച് രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാതിരിക്കുകയോ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യുന്ന ഒരു ക്ലോസ് ഈ റൂളിൽ വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ചിടത്തോളം ഒരുപാട് മിസ്യൂസ് വരാം. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അത് മിസ്യൂസ് ചെയ്താൽ സ്ഥാപനങ്ങളെ അത് വളരെ ദോഷമായിട്ട് ബാധിക്കും. അതായത് ഒരു ശ്രമം നടത്തിയെന്ന് പ്രൂവ് ചെയ്യുന്നതിന് എളുപ്പമാണ്. അപ്പോൾ അതിന് ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോറിൻ കോൺട്രിബ്യൂഷൻ കൊണ്ട് ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ ഇനങ്ങൾ, ഉദാഹരണത്തിന് റിലീജിയസ് പർപ്പസ്, സോഷ്യൽ പർപ്പസ്, എക്കണോമിക് പർപ്പസ്, കൾച്ചറൽ പർപ്പസ് തുടങ്ങിയ ആ ഉദ്ദേശങ്ങളിൽ ഒരു ജനറലായിട്ടുള്ള ഒരു ക്ലോസ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ അമെൻമെൻറ്റ് വഴി, അതായത് ഈ റൂൾ അമെൻഡ് ചെയ്തത് വഴി 105 കാറ്റഗറി ആയിട്ട് ഈ ഉദ്ദേശങ്ങളെ റിലീജിയസ്, കൾച്ചറൽ, സോഷ്യൽ, എക്കണോമിക് എന്നുള്ള ഇനങ്ങളിൽ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഈ കാറ്റഗറിയിലല്ലാതെ ഫോറിൻ കോൺട്രിബ്യൂഷൻ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം 22 ജൂൺ 2026 ശേഷം അത്തരം കാര്യങ്ങൾ ചെയ്തുകൂടാ. അത് ഒരു പരിധിവരെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചില കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ട്, ചില കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബില്ല് മുഴുവനായിട്ടും തെറ്റാണെന്നോ മുഴുവനായിട്ടും അപ്രായോഗികമാണെന്നോ പറയാൻ നിവൃത്തിയില്ല. അപ്പം ഇതേ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ക്ലാരിഫിക്കേഷൻ പറയുന്നത് ചീഫ് ഫങ്ഷണറി ആരാണെന്നാണ്. ഒരു ചീഫ് ഫങ്ഷണറി എന്ന് പറഞ്ഞാൽ അത് കൃത്യതയോടുകൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു വ്യക്തികളല്ലാത്ത കാര്യങ്ങളിൽ ഡയറക്ടർ ഓഫ് എ കമ്പനി, പാർട്ട്ണർ ഇൻ എ ഫേം, ട്രസ്റ്റി ഓഫ് എ ട്രസ്റ്റ്, കർത്ത ഓഫ് എൻ HUF, എനി ഓഫീസ് ബെയറർ, എനി അതർ ഓഫീസ് ബെയറർ ഓഫ് വാട്ട് എവർ നെയിം കോൾഡ്, ഇങ്ങനെ പല കാറ്റഗറി ആയിട്ട് ഈ ചീഫ് ഫങ്ഷണറിയെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്, നമ്മൾ പർപ്പസ് ഓഫ് സ്പെസിഫിക് ആൻഡ് സ്റ്റേറ്റ് സ്പെസിഫിക് രജിസ്ട്രേഷൻ, മിസ്റ്റർ അഭിലാഷ്, ഇത് ഒരു പുതിയ റിക്വയർമെൻ്റ് ആണ്. നമുക്കറിയാം 1976 FCRA ആക്ട് വന്നു, 2010 പുതിയ ആക്ട് വന്നു, 76 ആക്ട് റിപ്പീൽ ചെയ്തു. റൂള് 1/11/2011 മുതൽ 1/5/2011 മുതൽ വന്നു. വീണ്ടും ഇപ്പോൾ അമെൻമെൻറ്റ് വന്നു 22/6/2026. ഈ അമെൻമെൻറ്റ് പ്രകാരം 22/6/2026 മുതൽ 21/6/2027 മുമ്പായിട്ട് ഫോം നമ്പർ FC6F ആപ്ലിക്കേഷൻ കൊടുത്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അമെൻഡ് ചെയ്യണം. എന്തിനാണ് അമെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഓരോ സർട്ടിഫിക്കറ്റിലും പൊതുവായി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പ്രവർത്തിക്കാം, ചെലവഴിക്കാമായിരുന്ന ആ ഒരു കണ്ടീഷൻ അത് ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ട് കാണിക്കണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഫോം 6 FC6F നമ്മൾ അപേക്ഷ കൊടുത്ത് ഓരോ സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്യണം. ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകളിൽ എവിടെയൊക്കെയാണ് FCRA ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്, ഓരോ സ്റ്റേറ്റിനും 300 രൂപ വെച്ച് ഫീസ് അടയ്ക്കണം. 2, ഓരോ കാറ്റഗറിയിലും സോഷ്യലാണോ, റിലീജിയസ് ആണോ, എക്കണോമിക് ആണോ എന്ന് ചോദിക്കുന്ന ഭാഗങ്ങളിൽ ഈ 105 കാറ്റഗറിയിൽ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കണം. അപ്പോൾ റിലീജിയസ് ആണെങ്കിൽ റിലീജിയസിന് 16 കാറ്റഗറി ഉണ്ട്. ശ്രീ ജിൻഡോ ജോൺ വളരെ സ്പെസിഫിക് ആയി എന്തിലൊക്കെയാണ് എതിരഭിപ്രായം എന്ന് രേഖപ്പെടുത്തിയാൽ പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ച് സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കാൻ എളുപ്പമായിരിക്കും. വളരെ തുറന്നടിച്ചതൊരു ന്യൂനപക്ഷ വേട്ടയാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് എന്ന് പറയുന്നതിനപ്പുറത്ത് ഇപ്പോൾ FCRA ചട്ടങ്ങൾ എങ്ങനെ ഭേദഗതി ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഭേദഗതി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കൃത്യമായി ഒരു പൊസിഷൻ എടുക്കാൻ ഇക്കാര്യത്തിൽ കോൺഗ്രസിനോ മറ്റ് കക്ഷികൾക്കോ കഴിയുന്നുണ്ടോ?
ശ്രീ ജിൻഡോ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഫോണിൻ്റെ കണക്ഷൻ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അത് കറക്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആ കോൺഗ്രസിൻ്റെ നിലപാടിലേക്ക് വരാം. ശ്രീ PR ശിവശങ്കർ, ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ച ഈ കാര്യത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള, ഈ നിയമത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ശ്രീ ജോണി പള്ളിവാതിക്കൽ സൂചിപ്പിച്ച ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഓരോ സ്റ്റേറ്റിലും രജിസ്റ്റർ ചെയ്യണം എന്ന പ്രശ്നം അടക്കം. ഇപ്പോൾ അതിനപ്പുറത്ത് ഇപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ ഒരു ബ്രോഡ് പർപ്പസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ മതപരമായ സംഘടനകളെ, അതിൻ്റെ മതപരിവർത്തന ശ്രമങ്ങളെ തടഞ്ഞു നിർത്തൽ എന്നുള്ളതിനപ്പുറത്ത് നോക്കുമ്പോൾ പത്രമാസികകളിൽ ലേഖനം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യണം, അതിൻ്റെ ഒരു സാരാംശവും കൂടി കൊടുക്കണം എന്ന് പറയുന്നുണ്ടല്ലോ റിട്ടേണിൽ. അപ്പോൾ ഈ വിദേശ സംഭാവന സ്വീകരിച്ചു പോയ അല്ലെങ്കിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു NGOയുടെ ഭാഗമായിട്ടുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകന്, അതല്ലെങ്കിൽ ഒരു പൗരാവകാശ പ്രവർത്തകന് ഖനനത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ചോ ഒരു ലേഖനം എഴുതാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ലേഖനം എഴുതുന്ന പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ FCRA ലൈസൻസ് ക്യാൻസൽ ആവും. സോഷ്യൽ മീഡിയ അക്കൗണ്ടിൻ്റെ കാര്യം അങ്ങ് തന്നെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ വിദേശ സംഭാവന വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യം പൂട്ടി പുസ്തകത്തിനകത്ത് വെച്ചോളൂ, വിദേശ സംഭാവന വാങ്ങുന്നവനൊന്നും വർത്താനം പറയണ്ട എന്നാണല്ലോ അതിൻ്റെ സാമാന്യമായ മലയാളം. അങ്ങനെയല്ല അഭിലാഷ്. വിദേശ സംഭാവനകൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടുതൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നമുക്കറിയാം വിദേശ സംഭാവനകൾ വാങ്ങി ഇപ്പോൾ ഒരു ദിവസവും 1-2 ലക്ഷമൊക്കെ മാസങ്ങളിൽ 1-2 ലക്ഷമൊക്കെ മുടക്കി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ എങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം, എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അത്തരത്തിലുള്ള എന്താ പറയുക അൺഎത്തിക്കലായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയുടെ നടക്കുന്നത് അതിന് കൂടുതൽ പ്രാമുഖ്യവും കിട്ടും. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോയിന്റ് ത്രൂ ഔട്ട് 14 ക്യൂബിഷൻ ഈ പ്രസ് ആക്ട് അത് പറയുന്നത് 25 ഓഫ് 1987 ആക്ടാണ്. ഇപ്പോൾ 1867 ആക്ടാണ് ഇപ്പോൾ 2023 ഇൻ ക്ലോസ് ഓഫ് ദ വേർഡ്സ് ദ ഫിഗർ ദ പ്രസ് രജിസ്ട്രേഷൻ ഓഫ് ബുക്സ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യം പറഞ്ഞത് നോക്കൂ. ഇത്തരത്തിൽ ഇന്ത്യയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് സൈനികമായി മാത്രമല്ല. ഇന്ന് ഇത്തരം വിദേശ ശക്തികൾ ഇന്ത്യയെ നിരന്തരമായി ആക്രമിക്കുന്നത് ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ അതിൻ്റെ വികസന പ്രവർത്തനങ്ങളെ കൂടി, ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൂടംകുളങ്ങളിലും നർമ്മദയിലും പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെയും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെയും മേലങ്കി അണിഞ്ഞിട്ട് നിരന്തരമായി ഇന്ത്യയുടെ വികസന പ്രവർത്തനത്തെ നിരന്തരം തടയുന്ന ഒരു വിഭാഗത്തെ നമ്മൾ നിരന്തരം കണ്ടിട്ടുണ്ട്. നോക്കൂ, ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന നിങ്ങളുടെ ആരോപണങ്ങൾ അത് സത്യസന്ധമാണെങ്കിൽ, അത് ജനകീയമാണെങ്കിൽ, അത് മനുഷ്യാവകാശപരം മാത്രമാണെങ്കിൽ അതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല, ഗവൺമെൻറ് എതിർക്കാൻ തയ്യാറല്ല. പക്ഷേ ഇത്തരം പണം മേടിച്ചുകൊണ്ട് വിദേശങ്ങളുടെ 5ാം ഭക്തിയായി നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൂടി കാണണം. അതിനെ അല്ലെങ്കിലും കണ്ടുപിടിക്കാനുള്ള സൗകര്യം ഇന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനും ഉണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിനും ഉണ്ട്. 2, അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ശരിക്കും ജോണി പള്ളിവാതിക്കലാണ് എനിക്ക് വേണ്ടി പല ആർഗ്യുമെൻറ്റുകളും പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ് പലതും നല്ലതുമാണ്, ചില കാര്യങ്ങൾ എനിക്ക് എതിർപ്പുള്ളത് ഞാൻ ക്ലിയർ ചെയ്യാം. 2ാമത്തെ കാര്യം, സംസ്ഥാനങ്ങളിൽ പോയി പ്രവർത്തിക്കുമ്പോൾ ഒരു സംസ്ഥാനത്ത് ഇത് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് ഫണ്ട് വാങ്ങിച്ചിട്ട്, ഉദാഹരണത്തിന് കേരളത്തിൽ പറയുന്നത് ഞങ്ങൾ ഇവിടുത്തെ മദ്യത്തിനെതിരെയുള്ള അതിശക്തമായ പ്രവർത്തനം നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടുന്ന 10 കോടി രൂപ 500 കോടി രൂപയിൽ മറ്റൊരു വലിയ സംസ്ഥാനത്ത് പോയിട്ട് അത് മറ്റൊരു രീതിയിലുള്ള പ്രവർത്തനത്തിന് നടത്തിയാൽ അവിടെ രജിസ്ട്രേഷനിലേക്ക് ഇത് അതറിയാൻ പറ്റുമോ? അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റ് സംസ്ഥാന സർക്കാരുകൾക്ക് കൂടി ഇതിൽ ക്ലാരിറ്റി ഉണ്ടാവാൻ എന്ത് വേണ്ടിയിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്യണമെന്നുള്ളത് ഒരു മഹാബാധകമായി ഞാൻ കാണുന്നില്ല. അതിനെ കുറച്ചുകൂടി സുതാര്യതയായിട്ടാണ് ഞാൻ കാണുന്നത്. നോക്കൂ, ശ്രീ ജോണി പള്ളിവാതിക്കൽ പറഞ്ഞ മറ്റൊരു കാര്യം, അദ്ദേഹം പറഞ്ഞ ദ പേഴ്സൺ ഹു ഹാസ് ബീൻ ദ കീ ഫങ്ഷണറി, അതെങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ തൊട്ട് താഴെയാണ് ദ പൊളിറ്റിക്കൽ പാർട്ടി മീൻസ് ആൻ അസോസിയേഷൻ ഓർ എ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഓഫ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാരിഫിക്കേഷൻ ഉണ്ട്. പൊളിറ്റിക്കൽ പാർട്ടിക്ക് പണം കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല, പക്ഷേ PR ശിവശങ്കറിന് ഒരു NGO നിരന്തരമായി പണം തന്നാൽ എങ്ങനെ നേരിടാൻ പറ്റും? അപ്പോൾ അതിന് ക്ലാരിഫിക്കേഷൻ വരുന്നു. എങ്ങനെയാണ് ടു ബി രജിസ്റ്റേർഡ് വിത്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അങ്ങനെ ഒരു പാർട്ടി എന്നിൽ കൃത്യമായിട്ട് പറയുന്നു. ഇഫ് സംബഡി ഹാസ് ബീൻ ഇലക്റ്റഡ് ഫോർ ദിസ് തിങ്, അത്തരത്തിലുള്ള ആൾക്കാർക്ക് പണം കൊടുത്താൽ അല്ലെങ്കിൽ സിമ്പിൾ മേടിച്ചിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സഹായിക്കാവുന്നതിൻ്റെ ക്ലാരിഫിക്കേഷൻ അതിൻ്റെ തൊട്ട് താഴെ വരുന്നുണ്ട്. ഇതെല്ലാം നല്ല നയങ്ങളായിട്ടാണ് തോന്നുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരത്തിലുള്ള അണ്ടർഗ്രൗണ്ട് ഫണ്ട് അല്ലെങ്കിൽ ഇലക്ഷൻ പാർട്ടിക്ക് ഡയറക്റ്റ് കൊടുക്കാണ്ട് അതിനെ സഹായിക്കുന്ന ആളുകൾക്കും അതിൻ്റെ പ്രസ്ഥാനങ്ങൾക്കും കൊടുത്തുവാനുള്ള പ്രശ്നം, ഇതെല്ലാം അംഗീകരിക്കേണ്ടതല്ലേ?
ഇതൊക്കെ അതല്ല, ഏത് രാജ്യത്തു നിന്നും പണം മേടിച്ചിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്കും അല്ലെങ്കിൽ അവരുടെ ഭാര്യമാർക്കും നിരന്തരം പണം കൊടുത്തുകൊണ്ടിരുന്നാൽ, മക്കൾക്കുമെല്ലാം പണം കൊടുത്തുകൊണ്ടിരുന്നാൽ, അത് മാസപ്പടിയായി കൊടുത്താൽ ഒരു പ്രശ്നവുമില്ല ജിൻഡോ എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വളരെ ക്ലാരിറ്റി വരുന്ന 10-40 പേജുള്ള ഒരു അമെൻമെൻറ്റും അതിൻ്റെ ആക്റ്റുമാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു 156 കാര്യങ്ങൾ പെടാത്ത കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് വലിയ പ്രശ്നമാകും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഈ 156 കാര്യങ്ങൾ പെടാത്ത ഇന്ന കാര്യങ്ങൾ കൂടി ചെയ്താലേ സേവന പ്രവർത്തനം പൂർണ്ണമാകുകയുള്ളൂ, ഞങ്ങൾക്ക് മനസമാധാനം കിട്ടുകയുള്ളൂ എന്ന് ഏതെങ്കിലും സംഘടനയ്ക്ക് ഉണ്ടെങ്കിൽ ആ സംഘടന വന്ന് പറയട്ടെ, ഞങ്ങൾക്ക് ഈ 156 പെടാത്ത ഇന്ന കാര്യങ്ങൾ കൂടി ചെയ്യണം, അതിന് ഞങ്ങൾക്ക് ഫോറിൻ ഫണ്ട് വേണമെന്ന് ഇവർ പറഞ്ഞാൽ തീർച്ചയായും ഞാൻ അവരുടെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ്. അതിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ പോകാൻ തയ്യാറാണ്. കേന്ദ്രം ഇതൊന്നുമില്ലാതെ സമ്മതിക്കുന്നത് തയ്യാറാണ്. കാരണം പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും സ്പെസിഫിക് ആയിട്ട് ഇന്ന വിഷയങ്ങളിലാണ് എനിക്കെന്ന് പറയുകയും ചെയ്യാണ് ബുദ്ധി. ശരി, സ്പെസിഫിക് ആയി ഏരിയ തിരിച്ച ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ ഫണ്ട് വാങ്ങുന്നതാണ് ഗുണകരമെന്ന് അങ്ങ് വാദിക്കുമ്പോൾ, ശ്രീ ജിൻഡോ ജോൺ, പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ സ്പെസിഫിക് ആയി ഈ സർക്കാർ ചെയ്ത അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ചട്ടഭേദഗതിയിലെ ഈ കാര്യം വലിയ പ്രശ്നമാണ് എന്ന് പറയാനുണ്ടോ? വളരെ കൃത്യമായി മുൻകാലങ്ങളിൽ ഇപ്പോൾ UPA സർക്കാർ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ശ്രീ ജോണി പള്ളിവാതിക്കൽ സൂചിപ്പിച്ചതുപോലെ 2010 ഈ നിയമത്തിൻ്റെ സമഗ്രമായ പൊളിച്ചെഴുത്ത് നടന്നത്. അപ്പോൾ അന്ന് ഉദ്ദേശിച്ച ഇൻറ്റൻഷൻ അപ്പുറത്തുള്ള ഇൻറ്റൻഷന് ഈ സർക്കാരിന് ഉണ്ടാവുകയും അതനുസരിച്ച് ആരെങ്കിലും ഞെരുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് കൃത്യമായി എന്താണ്? അല്ല അഭിലാഷ്, നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഈ രാജ്യത്ത് ഇന്നിപ്പോൾ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച. ഇതുവരെ കൃത്യമായിട്ടുള്ളൊരു നിലപാട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഉത്തരവാദിയായിട്ടുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോഴും തുടരുകയാണ്. 90 അധികം ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർന്നിട്ടുണ്ട് ഈ സർക്കാരിൻ്റെ കാലത്ത്. അതുപോലെ CBSEയിലെ ഘടുകാര്യസ്ഥത, യുവാക്കളും ഈ രാജ്യത്തെ വിദ്യാർത്ഥികളും ഒക്കെ വലിയ ആശങ്കയിലായിരിക്കുന്നു. 10-20 പേര് ആത്മഹത്യ ചെയ്യുന്ന സമയം ഉണ്ടാവും. 25 ലക്ഷത്തോളം മനുഷ്യർ വലിയ ആശങ്കയിലായിരിക്കുന്ന സമയം. വിലക്കയറ്റം, അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ. അമേരിക്കയിൽ ട്രംപിന് തോന്നിയ പോലെ ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ മനുഷ്യർ വല്ലാത്ത രീതിയിലുള്ള ആശങ്കയിലാകപ്പെടുന്ന സാഹചര്യം. ഫോറിൻ പോളിസിയിലുള്ള നിരന്തരമായിട്ടുള്ള ചാഞ്ചാട്ടം, നമുക്ക് കൃത്യമായൊരു നിലപാടില്ലായ്മ, ഇതെല്ലാത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഈ FCRA പോളിസി ഇപ്പോൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇവിടെ ഇവർ ചോദിക്കുന്നത് എന്താ സ്പെസിഫിക് ആയിട്ടുള്ളതെന്ന് ഞാൻ ചോദിക്കട്ടെ. ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ മിനിമം 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 30% വരെ ഫൈൻ ഈടാക്കാന്ന് പറഞ്ഞാൽ ചെറിയ സംഘടനകളൊക്കെ വല്ലാത്ത രീതിയിൽ സാമ്പത്തികമായിട്ട് തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആദ്യം കിട്ടുന്ന തുകയുടെ 75% ചെലവഴിച്ചാൽ മാത്രമേ അടുത്ത തുക വാങ്ങാൻ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് ഓരോ സംഘടനകളുടെയും പ്രവർത്തന രീതിക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങളുണ്ടാകും. പിന്നെ ഇവർ ഏത് രീതിയിൽ അവരുടെ വെബ്സൈറ്റ് കൊണ്ടുപോകുന്നു, അവരെന്തൊക്കെ പബ്ലിക്കേഷൻസ് നടത്തുന്നു, അവരുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ, ഇതെല്ലാം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഇതെല്ലാം പരിശോധിക്കുന്നു. ഇതിനൊക്കെ കാരണമായിട്ട് പറയുന്നത് എന്താ? ഇന്ത്യയുടെ വികസനത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വിദേശ ഏജൻസികൾ ഫണ്ടിങ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ വികസനത്തെ ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിലും വിമാനയാത്ര നടത്തിയിട്ട് സ്വയം വിശ്വഗുരു എന്ന് പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജ്യത്തെ മറ്റ് രാജ്യത്തുള്ള സംഘടനകൾ തകർക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇവർ ഇത്രയും കാലം പറഞ്ഞ ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ടാണ് നരേന്ദ്രമോദി എന്നാ. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ രാജ്യത്തെ വികസനത്തെ ഏതെങ്കിലും രാജ്യങ്ങൾ ഫണ്ട് ചെയ്ത് തകർക്കുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ലോജിക്കല്ല. ഇനി അടുത്തത് പറയുന്നത്, റഷ്യയും ചൈനയും അമേരിക്കയും ഒക്കെ മുൻകാലങ്ങളിൽ ഈ രാജ്യത്തെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പല രീതിയിൽ ഫണ്ടിങ് കൊടുത്ത്. അത് രാഷ്ട്രീയമായിട്ട് അസ്ഥിരപ്പെടുത്താനാണ്, രാഷ്ട്രീയമായിട്ട് ഈ രാജ്യത്തെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താനാണ്. അങ്ങനെ ഒരു ആക്ഷേപം നിങ്ങൾക്കുണ്ടോ? അമേരിക്കയും റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഈ രാജ്യത്തെ NGOസിന് പണം കൊടുത്ത് നരേന്ദ്രമോദി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ നോക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം നിങ്ങൾക്കുണ്ടോ? അതിനു വേണ്ടിയിട്ട് ആ രാജ്യത്തുള്ള റഷ്യയും അമേരിക്കയും ചൈനയും ഒക്കെ ഈ രാജ്യത്തുള്ള ആളുകൾക്ക് പണം കൊടുത്ത് ഇവിടുത്തെ ആളുകളെ മതം മാറ്റിയത് കൊണ്ട് ആ രാജ്യത്തുള്ളവർക്ക് എന്ത് കിട്ടാനാ? ഇനി ഞാൻ ചോദിക്കട്ടെ, മതം മാറ്റുക എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ മതപരിവർത്തനം നടത്തുന്നത്, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള തെളിവ്? നിങ്ങൾ ആ ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീമാരെ അവിടുത്തെ കുറച്ച് സംഘപരിവാറുകാർ റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചു വെച്ച് അക്രമം നടത്തി പിടിച്ച് ജയിലിലിടുന്ന സാഹചര്യം ഉണ്ടായി. ഒരു കുറ്റവും ചെയ്യാതെ 2 പേര് ജയിലിൽ കിടന്നില്ലേ കുറേ ദിവസം? നീതിബോധം എന്നുള്ളത് നിങ്ങൾക്കുണ്ടോ? എന്തായിരുന്നു അവിടെ മതപരിവർത്തനം? എന്തായിരുന്നു നിങ്ങൾ ആക്ഷേപിച്ച കുറ്റം? അതെല്ലാം തെളിയിക്കപ്പെടുന്ന സാഹചര്യമുണ്ടോ? അപ്പം മതപരിവർത്തനം ചെയ്തു, എന്നെ നിർബന്ധമായിട്ട് മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നു എന്ന് ഞാനല്ലേ പരാതി കൊടുക്കേണ്ടത്?
സ്വമേധയ അങ്ങനെ ഒരു പരാതി നിങ്ങൾ പറയുന്ന ഏതെങ്കിലും വിഷയത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇനി എന്തിനാണ് മതപരിവർത്തനം? ഇനിയിപ്പോൾ മതപരിവർത്തനം നിങ്ങൾക്ക് വലിയ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഏത് മതമായാലും നിങ്ങൾ പറയുന്ന മതത്തിൽ തന്നെ പിടിച്ചു നിർത്തിയിട്ട് എന്ത് സേവനമാണ് ഈ മനുഷ്യർക്ക് കൊടുക്കുന്നത്? അവർക്ക് വിലക്കയറ്റിൽ നിന്നൊരു ആശ്വാസം കൊടുക്കുന്നുണ്ടോ? പട്ടിണി മാറാനായിട്ട് ഒരു ആശ്വാസം കൊടുക്കുന്നുണ്ടോ? അവർക്ക് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഒരു ആശ്വാസം കൊടുക്കുന്നുണ്ടോ? പെട്രോളിയം നികുതി ഭീകരതയിൽ നിന്ന് കൊള്ളയിൽ നിന്ന് അവരെ രക്ഷിക്കുന്നുണ്ടോ? എല്ലാവരെയും ഒരുപോലെ കാണുന്നുണ്ടോ? ആദിവാസികളെയും ദളിതരെയും പാവപ്പെട്ടവരെയൊക്കെ തല്ലി ആൾക്കൂട്ട വിചാരണയൊക്കെ നടത്തി കൊല്ലുമ്പോൾ നിങ്ങൾ അവരെയൊക്കെ ഒരുപോലെ കാണുന്നുണ്ടോ? പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ മതത്തിൽ നിൽക്കണമെന്ന് നിർബന്ധിക്കുന്നത്? ഇനി ഞാൻ ഒരു കാര്യം കൂടി, അഭിലാഷ പൂർത്തിയായില്ല, ഞാൻ ചോദിക്കട്ടെ. ഈ ഇവർ പറയുന്ന കുറേ കാര്യങ്ങൾ, ഇപ്പോൾ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി ഏക്കർ കണക്കിന് ഭൂമി സമ്പാദിച്ചു. അത് വിദേശത്ത് നിന്ന് ഫണ്ട് കിട്ടിയിട്ടാണോ? ഇനി രാമക്ഷേത്രം ഇവരുടെ വലിയ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് അല്ലായിരുന്നോ? അതിന്റെ ചുറ്റുമതിൽ അഴിമതി നടത്തി, ഭൂമി ഏറ്റെടുക്കലിൽ കുംഭകോണം നടത്തി, രാമക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ വരെ അഴിമതി നടത്തിക്കൊണ്ട് രാമന്റെ മൂർത്തി മഴയെത്തിയിരുന്ന വാർത്തകൾ നിങ്ങൾ ഉൾപ്പെടെയല്ലേ നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ? ഇനി രാമക്ഷേത്രത്തിന്റെ അവിടെ വരുന്ന ഭണ്ഡാരത്തിൽ നിന്ന് കൊള്ളയടിക്കുന്ന ആളുകളാണ് വിദേശത്തു നിന്ന് വരുന്ന ഫണ്ടിന്റെ ക്രയവിക്രയത്തെക്കുറിച്ച് സംശയിക്കുന്നുവെന്ന്. അവിടെയാണ് ഞാൻ ചോദിച്ചത്, RSSന്റെ അക്കൗണ്ടബിലിറ്റി എന്താണ്? RSSന്റെ ഫണ്ടിന്റെ സോഴ്സ് എന്താണ്? നിങ്ങൾ പ്രവർത്തിക്കുന്ന എന്താണ്? അത് നിങ്ങൾ വേറെ ഒരു പരിപാടിയും ചെയ്യുന്നില്ലേ? നിങ്ങൾ ഈ ആളുകളെ ആക്രമിക്കുകയും കലാപ ആസൂത്രണം ചെയ്യൽ മാത്രമേ ഉള്ളൂ. നിങ്ങളും പറയുന്നുണ്ടല്ലോ ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഫണ്ട് എവിടെ നിന്ന് വരുന്നു? അത് കൃത്യമായിട്ട് രേഖകളുണ്ടോ നിങ്ങളുടെ കയ്യിൽ? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ തിരിച്ച് ആക്ഷേപം ഉന്നയിക്കുക. ഈ ആസാമിൽ ഒരു ജില്ലയുടെ വലിപ്പമുള്ള ഭൂമിയാണ് അദാനിക്ക് വിട്ടുകൊടുത്തത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന കാലത്താണ് നിങ്ങൾ പറയുന്ന വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ടിങ് കിട്ടുന്ന ഏജൻസികൾ ഈ രാജ്യത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. പാവപ്പെട്ടവർക്ക് മരുന്ന് കൊടുക്കുന്നത്, വിദ്യാഭ്യാസം കൊടുക്കുന്നത്, ചികിത്സ കൊടുക്കുന്നത്, അവരെ മറ്റ് ശുശ്രൂഷകൾ ചെയ്യുന്നത്, ഇതൊക്കെ ഒരു മോശപ്പെട്ട പ്രവർത്തനമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഞാൻ ചോദിക്കട്ടെ, RSS ഈ രാജ്യത്ത് എത്ര സ്കൂളുകൾ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്? മതത്തിന്റെയും ജാതിയുടെയും വേലിക്കെട്ടില്ലാതെ എത്ര ആശുപത്രികൾ നടത്തുന്നുണ്ട്? നിങ്ങൾ എത്ര കുഷ്ഠരോഗികളെ സംരക്ഷിക്കുന്നുണ്ട്? നിങ്ങൾ എത്ര രോഗാതുരായിട്ടുള്ള മനുഷ്യരെ ചികിത്സിക്കുന്നുണ്ട്? നിങ്ങൾ എത്ര പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്? ഭക്ഷണം വിളമ്പുമ്പോൾ ക്യൂ നിൽക്കുന്ന മനുഷ്യന്റെ ജാതിയും മതവും നോക്കിയിട്ട് പാത്രം മാറ്റി പോടാ എന്ന് പറയുന്ന ആക്ഷേപം ചെയ്യുന്ന നിങ്ങളല്ലേ? ഭക്ഷണം വിളമ്പുമ്പോൾ പോലും ജാതി മതം നോക്കുന്ന നിങ്ങളാണ് ഈ രാജ്യത്തെ NGOസിന് വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ടിനെ കുറിച്ച് ആശങ്കപ്പെടുന്നത്. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, നമ്മുടെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ അത്തരം ഒരു തെളിവ് പറയൂ, അത്തരം ഒരു ആക്ഷേപം പറയൂ. അതിന് പകരം മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകളുടെ സ്ഥാപനങ്ങളെ പൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ട് കൊണ്ടുവരുന്ന കുൽസിത നിയമങ്ങൾ മാത്രമാണ് ഇതെല്ലാം. ശരി, അതാണ് വാദം. ഫാദർ ജോൺസൺ തേക്കടയിൽ, ഇപ്പോൾ ക്രൈസ്തവ സംഘടനകളെ സംബന്ധിച്ച് ഉണ്ടാവുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ താങ്കൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ സ്വാഭാവികമായിട്ടും ദാരിദ്ര്യമുള്ള, അതിദാരിദ്ര്യമുള്ള, വളരെ പിന്നാക്കം നിൽക്കുന്ന മേഖലകൾ ഉണ്ടാവും. ആ മേഖലകളിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ് ബഹുഭൂരിപക്ഷവും. ആദിവാസി മേഖലകൾ അടക്കം ഉണ്ട്. അവിടെ പലതരത്തിലുള്ള സേവനങ്ങൾ, അതിപ്പോൾ മെഡിക്കലായിട്ടുള്ള നീടുള്ള ആളുകളുണ്ടാവും, പട്ടിണി എന്ന പ്രശ്നം ഉണ്ടാവും, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് വളരെ അന്യമായി നിൽക്കുന്ന, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അന്യമായി നിൽക്കുന്ന ആളുകളുണ്ടാവും, കുട്ടികളുണ്ടാവും. അപ്പോൾ അതൊരു സമഗ്രമായ ഓരോ ഇടങ്ങളിലും ഓരോ തരത്തിലായിരിക്കും പരിഗണിക്കേണ്ടി വരിക. അപ്പോൾ ഈ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വിദേശ സംഭാവന സ്വീകരിക്കുന്ന കാര്യത്തിൽ വന്നാൽ അവിടങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന NGOകൾക്ക് തുടർന്ന് പഴയതുപോലെ വർക്ക് ചെയ്യാൻ പറ്റുമോ? പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ ഈ സൗത്ത് ഇന്ത്യ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ട ശിവശങ്കർജി ഇതുപോലുള്ള വാദമുഖങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. ക്രൈസ്തവരിവിടെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്തൊക്കെയോ RSS ചെയ്യുന്നു, അതുപോലെ അവർക്ക് ഫണ്ടൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതൊക്കെ. ഒന്നാമത് ഈ RSS എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് സംഘടനയല്ല എന്നും ഈ അടുത്ത സമയത്ത് നമ്മുടെ അയൽ സംസ്ഥാനമായിരിക്കുന്ന കർണാടകയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വളരെ കൃത്യമായിട്ടൊരു ചോദ്യം ചോദിച്ചു. RSSന്റെ ഫണ്ട് എവിടുന്ന് വരുന്നു? RSS രജിസ്റ്റേർഡ് സംഘടനയാണോ? അപ്പൊ അതിനൊന്നും അവർക്ക് ഉത്തരവില്ല. അപ്പൊ അവരിവിടെ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നു. എവിടുന്ന് അതിന്റെ ഫണ്ടൊക്കെ വരുന്നത്? എന്നാൽ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് അവർക്ക് ചെറിയ തോതിൽ അവരുടെ തന്നെ ആളുകൾ വിദേശങ്ങളിൽ പോയി ജോലി ചെയ്തിട്ട്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CMI ഫാദേഴ്സ്, അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനത്തിന് വേണ്ടിയിട്ടും അതുപോലെ ജോലിക്ക് വേണ്ടിയിട്ടും പോയിട്ടുണ്ട്. അപ്പൊ അവർ അവിടുന്ന് അയക്കുന്നതായിട്ടുള്ള ചില ഫണ്ടുകൾ അത് ഇവിടുത്തെ സാമൂഹ്യമായിട്ടുള്ള പരിവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസം, അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ആതുര സേവനത്തിന് വേണ്ടിയിട്ടൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ച് ഏതെങ്കിലും കെട്ടിടങ്ങൾ പണിയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്തിട്ട് ഭാരതത്തിൽ നിന്ന് തന്നെ പലരുടെയും സപ്പോർട്ടോടുകൂടെ CSR ഫണ്ടോ മറ്റോ ഉപയോഗിച്ച് വീണ്ടും പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള
ഒരാൾ അവിടുന്ന് മാറി മറ്റൊരാൾ അവിടേക്ക് വരുന്നതിന്റെ കാലതാമസമോ അല്ലെങ്കിൽ വന്നിരിക്കുന്ന പുതിയതായിട്ട് വന്ന ആൾക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ രജിസ്ട്രേഷൻ എന്തെങ്കിലും അല്ലെങ്കിൽ ഫയലിങ്ങിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നാൽ ഉടനെ തന്നെ രജിസ്റ്ററൊക്കെ ക്യാൻസലേഷൻ ചെയ്യും. അപ്പം അത് മുഴുവൻ പിടിച്ചെടുക്കും. ഇങ്ങനെയുള്ള ഭയാശങ്കയാണ് കൊടുക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ കുഗ്രാമങ്ങളിലേക്ക് ഇവരാരും തന്നെ കയറി ചെല്ലുകയില്ല. തന്നെയല്ല, അവിടെ ജാതിയുടെ വ്യവസ്ഥിതി ഭയങ്കരമായിട്ടുള്ളതാണ്. ചണ്ടാള വർഗത്തിൽപ്പെട്ട ആളുകളെ ഇവരാരും തന്നെ നോക്കുക പോലുമില്ല. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ആ മാനവികതയുടെ മൂർത്തിഭാവമായിട്ടുള്ള ക്രൈസ്തവ സമൂഹം കയറി ചെല്ലുകയും അവരെ അവിടെ എല്ലാ വിധത്തിലും പഠനത്തിലായാലും ജീവിത സാഹചര്യങ്ങളായിരുന്നാലും തൊഴിൽ മേഖലകളിലായിരുന്നാലും അഭിവൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തുന്നത്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഭയം. ഇവരുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് മനുഷ്യർ സ്വകാലിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനിവർക്ക് സമ്മതമല്ല. അവർക്ക് ഇപ്പോഴും ജാതീയത വേണം. അതുകൊണ്ടാണല്ലോ നമ്മുടെ RSSന്റെ സംഘപരിവാറിന്റെ ഒരു പ്രധാനപ്പെട്ട ആള് നമ്മുടെ കർണാടകയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് ചോദിച്ചത്, ദളിതൻ എന്തിന് ഈ RSSന്റെ കാര്യത്തിൽ ഇടപെടുന്നു? മനസ്സിലായില്ലേ? അവർ ഒറ്റ ചോദ്യം കൊണ്ട് അവരുടെ ഹൃദയത്തിന്റെ എല്ലാ രംഗങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തന്നില്ലേ? അങ്ങനെയുള്ള ആളുകളാണ് ശ്രീ ശിവശങ്കർ സാറിനെ പോലെയുള്ള ആളുകളൊക്കെ വന്നിരുന്നിട്ട് വലിയ വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. പാവപ്പെട്ട ജനത്തിന്റെ അടുക്കലേക്ക് ഒരു പോകുന്നത് മാത്രമല്ല. ഞാനൊരു കാര്യം പറയാം. വാരണാസിയിൽ ഞാൻ ഉണ്ടായിരുന്നു. അവിടെ എൻ്റെ ഒരു സ്നേഹിതനായിരിക്കുന്ന ഒരു ഡോക്ടർ, അന്ന് രാത്രി ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കുമ്പോൾ 5 ഗ്രാമവാസികളെ തേള് കടിച്ചിട്ട് ആശുപത്രിയിൽ വന്നു. 5 പേര് ഒറ്റ രാത്രി. പാമ്പും തേളും നിറഞ്ഞിരിക്കുന്ന ദേശങ്ങളാണ് അവിടെ. വാരണാസിയിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ അവിടെ വന്ന് ഇവർക്ക് ചികിത്സ എല്ലാം കൊടുത്തു. പിറ്റേ ദിവസം ഞാൻ അവിടെ ഉള്ളപ്പോൾ തന്നെ ഒരു മേൽജാതിക്കാരൻ എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മൺ, അദ്ദേഹം വന്നിട്ട് ഈ ചണ്ടാളന്മാരായിട്ടുള്ള ആളുകൾ വന്ന ആ സ്ഥലത്ത് അദ്ദേഹത്തിന് കയറണമെങ്കിൽ ചാണകവെള്ളം തളിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? ശുദ്ധികലശം നടത്താതെ ആശുപത്രിയിൽ കയറാൻ പറ്റിയ ആളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന ഈ ഇന്ത്യ, നിങ്ങളുടെ ഡിജിറ്റൽ ഇന്ത്യ എന്നോ എന്തോ വേണമെങ്കിലും വിളിച്ചോ, പക്ഷേ ഇവിടുത്തെ ജനതയെ ഞങ്ങൾ സ്നേഹിക്കും. അതിന് ഞങ്ങൾക്ക് ഫോറിൻ ഫണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. കേട്ടോ ശിവശങ്കർജി, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾക്ക് ഫണ്ട് വന്നാലും വന്നില്ലെങ്കിലും ഇത് ഞങ്ങളുടെ ഒരു മിഷനാണ്, ഞങ്ങളുടെ ഒരു ദർശനമാണ്, ഞങ്ങളുടെ ഒരു നിയോഗമാണ്. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് ഇന്ത്യ ഈ വിധത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ ശിവശങ്കർജി ഒന്ന് ശാന്തമായിട്ടിരുന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണ്? RSS 100 വർഷമായി എന്നൊക്കെ പറയുന്നു. പക്ഷെ നിങ്ങൾ എത്രത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട്? എന്തുമാത്രം നിങ്ങൾ ഈ സമൂഹത്തെ ഉദ്ധരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? അതിന്റെ നല്ലൊരു ഭാഷ്യമാണല്ലോ ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത്. ചണ്ടാളന്മാർ എന്തിനാണ് RSSന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള നിങ്ങളാണോ ഈ രാജ്യത്തിന്റെ വാക്താക്കളായിട്ട് നിൽക്കുന്നത്? ഞങ്ങളുടെ ഭാരതത്തെ ഞങ്ങൾക്ക് ഉദ്ധരിക്കാനും വളർത്തിയെടുക്കാനും കഴിയും. കോൺഗ്രസ് അതിന് സപ്പോർട്ടീവായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അവരുടെ മേക്കിട്ട് കയറിട്ടോ. ഇടതുപക്ഷം ചില കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതുകൊണ്ട് അവരെ വെറുക്കാനോ അവരെ ശത്രുപക്ഷത്ത് നിർത്താനോ ശ്രമിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ആശയമാണ് ഈ സമൂഹത്തിലേക്ക് തരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കേ. അപ്പം ഞാൻ പോയിട്ടുള്ള ഗ്രാമങ്ങളിൽ ഈ കോഴിപ്പോരുകൾ നടത്തി തോൽക്കുന്ന ആളുകളെ തല്ലിക്കൊന്ന് കുഴിച്ചിടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഛത്തീസ്ഗഡിൽ നാരായൺപൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. നാരായൺപൂർ എന്ന് പറയുന്ന ഒരു ജില്ലയിലെ ഒരു ബസ്തർ മേഖലയാണ്. അപ്പൊ അവിടെ ഈ മിഷണറിമാർ ചെന്നിട്ട് ഇങ്ങനെ കുഴിച്ചിടുന്ന ആളുകളെ കുറിച്ച് യാതൊരു വിവരവും പുറത്തു അറിയുന്നില്ല, ആരും അന്വേഷിക്കുന്നില്ല. അവിടെ കൊലപാതകങ്ങളോ എന്ത് കള്ളത്തരങ്ങളോ ചെയ്താലും ആരും അന്വേഷിക്കാനുമില്ല. പോലീസോ അല്ലെങ്കിൽ മറ്റാരും തന്നെ അവിടെ കയറി ചെല്ലുകയുമില്ല. കാരണം ഗ്രാമങ്ങളെല്ലാം വേർതിരിച്ചിരിക്കുന്നത് ജാതിയുടെ പേരിലാണ്. അങ്ങനെ അയിത്തമുള്ള ദേശത്തേക്ക് കയറി ചെല്ലാൻ മടിക്കാത്ത ഒരു സമൂഹമാണ് ക്രൈസ്തവർ. അവർ ചെന്നിട്ട് ഇവർക്കൊരു ജീവൻ കൊടുക്കുകയാണ്, അവരെ മനുഷ്യരാക്കി തീർക്കുകയാണ്. ആ വിശ്വാസം, അവരുടെ സ്നേഹവും കരുതലും കാണുമ്പോൾ അവർ സത്യദൈവത്തിലേക്ക് മനം തിരിയും. അതിന് നിങ്ങൾ ഇത്രയും ചൊടിച്ചിട്ട് എന്താ കാര്യം? അതിന് മതപരിവർത്തനം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, ഇവർക്കൊരു മതമില്ലായിരുന്നു. അവർ ആനിമേറ്റാണ്. അതാദ്യം മനസ്സിലാക്കുക. വിശ്വാസത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ അത് മതപരിവർത്തനമാണെന്ന് പറഞ്ഞ് ശരി, മതപരിവർത്തനമല്ല സേവനമാണ് എന്നുള്ളതാണ് ആ കാര്യത്തില് സേവനമായിട്ട് കാണിക്കാൻ വേണ്ടി. ശരി, അവിടെ വർക്ക് ചെയ്യുന്നവർ പറയുന്നത്. ഇവിടെ ശ്രീ ജോണി പള്ളിവാതിക്കൽ, ക്രൈസ്തവ സംഘടനകൾ
ഉന്നയിക്കുന്ന ആശങ്കകൾ അസ്ഥാനത്താണോ? ഇപ്പോൾ കാരിത്താസിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്ന പരാതിയും സമ്മർദ്ദവും ഒക്കെ ഇടയ്ക്ക് വന്നതാണ്. നമുക്കറിയാം ഇപ്പോൾ KCBCയുടെ ആസ്ഥാനം ഇരിക്കുന്ന POCയുടെ FCR ലൈസൻസ് 2022 റദ്ദായതാണ്. ഒരുപാട് FCR ലൈസൻസുകൾ അതുപോലെ റദ്ദായിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഇപ്പോൾ കൂടുതൽ സംഘടനകൾക്ക് വിഡ്രോ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവരവരുടെ സ്വന്തം ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കേണ്ടി വരും, വിദേശ ഫണ്ട് സ്വീകരിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം വരുമോ? മിസ്റ്റർ അഭിലാഷ് ആദ്യം പറഞ്ഞതുപോലെ 16,000 രജിസ്ട്രേഷൻസ് ആണ് 25/3/2026 ലൈവായിട്ടുണ്ടായിരുന്നത് ഔട്ട് ഓഫ് 30,000. ഒരു വർഷം 22,000 കോടി രൂപയാണ് ഈ FCRA വഴി ഇന്ത്യയിലേക്ക് വരുന്നത്. ഈ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിന്നു പോകുന്ന രീതിയിൽ ഈ രജിസ്ട്രേഷൻ റിന്യൂവലും രജിസ്ട്രേഷൻ ക്യാൻസലേഷനും നടത്തുന്നത് വഴി ഈ 16,000 ഉണ്ടായിരുന്നത് ഇപ്പം 14,000-ൽ താഴെയായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹോസ്പിറ്റൽസ്, ഓൾഡ് ഏജ് ഹോംസ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ, മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ, അങ്ങനെ തുടങ്ങി ആദിവാസികൾ, മുക്കുവന്മാർ, ഇവർക്കെല്ലാം സഹായം ചെയ്യുന്ന ഈ സ്ഥാപനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിന്നു പോയാൽ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാവും. ആളുകൾക്ക് സഹായം ചെയ്യാൻ പറ്റാതെ വരും. കാരണം FCRA വഴി വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരന്മാർ, സഹോദരിമാർ, മറ്റ് അഭ്യുദയകാംക്ഷികൾ വഴി കൊണ്ടുവരുന്ന പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ഇവിടെ ആർജിക്കുന്ന പ്രോപ്പർട്ടീസും അതുപോലെ ഫെസിലിറ്റീസും, ആശുപത്രികൾ, സ്കൂളുകൾ, കോളേജുകളൊക്കെ ഉപയോഗിച്ച് ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന കാര്യങ്ങളിൽ കർശനമായ നിയന്ത്രണങ്ങൾ നടത്തുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണെങ്കിൽ പോലും അത് അപ്രായോഗികമായി വരുമ്പോൾ ചില ആളുകൾ തെറ്റ് ചെയ്യുന്നവരെ പിടികൂടാൻ വേണ്ടി കാര്യങ്ങൾ നന്നായി ചെയ്യുന്നവരുടെ പ്രവർത്തനം നിന്നു പോകുന്നത് നമ്മുടെ രാജ്യത്തിന് നല്ലതല്ല. ഞാൻ ഈ FCRA അമെൻമെൻറ്റ് റൂളിനെ കുറിച്ച് 1-2 നിയമവശങ്ങളൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഇത്തരം അമെൻമെൻറ്റ്സ് കൊണ്ടുവരുമ്പോൾ ഒന്ന്, അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആവരുത്. അതായത് ഒരു റൂള് സെക്ഷൻ 48 പ്രകാരമാണ് ഈ FCRA ആക്ട് സെക്ഷൻ 48 പ്രകാരമാണ് ഈ റൂൾ അമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ റൂൾ അമെൻഡ് ചെയ്യുന്നത് 22/6/2026 മുതലാണ്. 25-ാം തീയതിയാണ് നമ്മളെല്ലാം പത്രത്തിലൂടെ ഈ അമെൻമെൻറ്റ് കാണുന്നത്. അപ്പോൾ 22 മുതൽ 25 വരെയുള്ള കാലയളവിൽ ആളുകൾ പലതും അറിയാതെ ചെയ്തു പോയിട്ടുണ്ടാവാം. ഇന്നും അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു റൂള് കൊണ്ടുവരുമ്പം പബ്ലിക്കിന് അതിൻ്റെ ഒപ്പീനിയൻ എടുക്കാൻ, അത് അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാനുള്ള ഒരവസരം കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്തരം ക്ലാരിഫിക്കേഷൻസ് നല്ലതാണ്, ഒരു പരിധിവരെ ക്ലാരിറ്റി നല്ലതാണ്. പക്ഷേ ആ ക്ലാരിറ്റി വരുമ്പോൾ ആക്ടിനെ ഒരിക്കലും അല്ലെങ്കിൽ സൂപ്പർസീഡ് ചെയ്യരുത്. കാരണം ആക്ട് നടപ്പിലാക്കുന്നതിനാണല്ലോ റൂള്. അപ്പോൾ റൂളിലൂടെ ആക്ടിൻ്റെ പ്രൊവിഷൻസ് അമെൻഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ആർട്ടിക്കിൾ 226 അനുസരിച്ച് ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞ് ഒരുപാട് ലിറ്റിഗേഷൻസ് കോടതികളിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഏത് റൂള് കൊണ്ടുവരുമ്പോഴും പ്രായോഗികമായിരിക്കണം, അത് ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന തരത്തിലായിരിക്കണം. മറ്റൊരു കാര്യം ഞാൻ പറയുവാണെങ്കിൽ ഇതിൻ്റെ അക്കൗണ്ടിങ് സിസ്റ്റമാണ്. അതുപോലെ 105 കാറ്റഗറിയിൽ റിലീജിയസ്, സോഷ്യൽ, എഡ്യൂക്കേഷണൽ, അതുപോലെ എക്കണോമിക്, ഇങ്ങനെയുള്ള പല കാറ്റഗറി തിരിച്ചിട്ട് ഈ ഓരോ കാറ്റഗറിയിലും 18, 19, 21 ഇങ്ങനെ ഓരോ ഇനങ്ങൾ തിരിച്ചിട്ടുണ്ട്. ഇത് പലപ്പോഴും ഓവർലാപ്പ് ചെയ്യും. ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ റിലീജിയസിന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അത് സോഷ്യലിന് ഉപയോഗിച്ചാൽ വയലേഷൻ ആവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം അമെൻമെൻറ്റ്സ് കൊണ്ടുവരുമ്പോൾ ജനങ്ങൾക്ക് വരുത്താതെ നിയമം പാലിക്കാൻ എളുപ്പമുള്ള രീതിയിൽ, ഉദാഹരണത്തിന് ഈ 105 കാറ്റഗറിയിലാണ് ഈ എലിജിബിലിറ്റി ഉള്ളത് അല്ലെങ്കിൽ ചെയ്യാവുന്നത് എന്ന് പറയുന്നതിന് പകരം ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തുകൂടാ എന്ന് പറയുന്നതാണ്. ചിലപ്പോൾ 5-10 വാചകങ്ങളിൽ അത് തീർക്കാൻ പറ്റും. ഈ 105 കാറ്റഗറി വരുമ്പോഴത്തേക്കും ഈ 105 കാറ്റഗറിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യും. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന
സോഷ്യൽ വർക്ക്, റിലീജിയസ്, എക്കണോമിക്, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റിൽ ഇനി മുതൽ ഓരോ കാറ്റഗറി വൈസ് മാത്രമേ രജിസ്ട്രേഷൻ കൊടുക്കൂ. അങ്ങനെ കൂടുതൽ കാറ്റഗറി ഉണ്ടെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ട് ഫീസ് അടച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പം തെറ്റു വരാനുള്ള സാധ്യതകൾ കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക? രജിസ്ട്രേഷൻ ക്യാൻസലാകും, റിന്യൂവൽ റിജക്റ്റ് ചെയ്യും. ഇപ്പോൾ നെക്സ്റ്റ് 1 ഇയറിനുള്ളിൽ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം അമെൻഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഈ അപേക്ഷയിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ ഇത് സെൻട്രൽ ഗവൺമെൻറ്, അതായത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഈ അപേക്ഷ നിരസിക്കുകയോ റിജക്റ്റ് ചെയ്യുകയോ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയോ ചെയ്താൽ വരാൻ പോകുന്ന അമെൻമെൻറ്റ് ബില്ല് 2026 അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ സ്ഥാപനങ്ങളുടെ അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു അമെൻമെൻറ്റ് ബില്ല് വന്നാൽ പ്രവർത്തനം നിന്നുപോകും. അതൊരു വലിയ ഞാൻ പറഞ്ഞു വരുന്നത് FCRA അതൊരു വലിയ പ്രശ്നമാണ്. ശ്രീ PR ശിവശങ്കർ ഇപ്പോൾ ഇവിടെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക, പാർലമെന്റിൽ വരാനിരിക്കുന്ന നിയമ ഭേദഗതി ഉണ്ടല്ലോ, വിദേശ പണം വാങ്ങുന്ന ഈ സ്ഥാപനങ്ങൾ റൂൾസ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ, നിയമങ്ങൾ ഏതെങ്കിലും തരത്തിൽ ലംഘിച്ചാൽ സർക്കാരിന് ആ സ്വത്ത് കണ്ടുകെട്ടാം എന്ന് പറയുന്നത് വലിയ തോതിൽ ന്യൂനപക്ഷ സംഘടനകളെ അടക്കം ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടിയൊക്കെ കണ്ടുകെട്ടുമോ എന്ന ആശങ്ക ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള വിഷയങ്ങളിൽ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ ആശങ്ക ദൂരീകരിക്കേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനില്ലേ? അല്ല, തെറ്റായ രീതിയിൽ പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ അത്തരം സംഘടനകളുടെ കാര്യത്തിലുള്ള ഒരു നടപടി മാത്രമാണ് ഈ സ്ഥലം കണ്ടുകെട്ടുക എന്നുള്ളത്. എല്ലാ സംഘടനകളെയും സ്ഥലം നിരന്തരമായി കണ്ടുകെട്ടുക എന്നുള്ളതല്ല. ഇത്തരം ഫോറിൻ റെഗുലേഷൻ ആക്ടിൻ്റെ പണം കൊണ്ട് സമ്പാദിച്ച സ്ഥലങ്ങൾ കണ്ടുകെട്ടുക എന്നുള്ളത് ഒരെണ്ണം മാത്രമാണ്. ഞാൻ ചോദിച്ചു, ഞാൻ മറ്റു 2 കാര്യങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സമയം എനിക്കറിയാം വളരെ കുറച്ചേ ഉള്ളൂ. ഒന്ന്, ഇപ്പോൾ 2016 19 ജൂലൈയിൽ വന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായി, CN ജയദേവൻ അടക്കമുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് ഡൽഹി ഇവിടെ പാർലമെൻറ്റിൽ വന്നൊരു ഉത്തരത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കേരളത്തിൽ ഏതാണ്ട് 450ഓളം NGOസിൻ്റെ പോയിരുന്നു. 2012 അന്നും 2-3 എനിക്കറിയാം ഏതൊക്കെ ക്രിസ്ത്യൻ സംഘടനയുടെയാണ് പോയതെന്ന്. ഇവർക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നും പോയിട്ടുണ്ട് 450 കേരളത്തിൽ. ആന്ധ്രാപ്രദേശിൽ 679, ഡൽഹിയിൽ 250, അതുപോലെ തന്നെ കർണാടകയിൽ 296 അടക്കം ഏതാണ്ട് 4138 സംഘടനകൾക്ക് നഷ്ടമായിട്ടുണ്ട്. ഇത് BJP വന്നപ്പോൾ മാത്രമല്ല, പണ്ടുമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നും ചില ക്രിസ്ത്യൻ സംഘടനകൾക്ക് പോയിട്ടുണ്ട്. വ്യവസ്ഥാപിതമല്ലാത്ത രീതിയിൽ, തെറ്റായ രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പോയിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2, ഫാദർ ജോൺസൺ തെക്കേടിയിൽ അദ്ദേഹം ആ തിരുവസ്ത്രം ധരിച്ചിട്ടല്ല വന്ന് ഇത്തരം ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞേനെ. പക്ഷേ താങ്കളുടെ തിരുവസ്ത്രത്തെയും താങ്കളുടെ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെയും ബഹുമാനിക്കുന്നതുകൊണ്ട് താങ്കൾ ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ഞാനിപ്പോൾ തൽക്കാലം ഉത്തരം പറയുന്നില്ല. കുറച്ചുകൂടി നല്ലത് ജിൻഡോന് പകരം താങ്കൾ അവിടെ വന്നിരിക്കുമായിരുന്നു എന്നുള്ളതാണ് കാര്യം. പക്ഷേ എന്നിരുന്നാലും കോലഞ്ചേരിയിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ട് മതിയായിരുന്നു ഞങ്ങളുടെ ജാതി പ്രശ്നവും ഞങ്ങളുടെ മറ്റേ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ. പിന്നെ താങ്കൾ പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. ഇങ്ങനൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇറ്റലിയിൽ നടക്കുന്ന മാഫിയ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പോപ്പാണോ ഉത്തരവാദി, അല്ലെങ്കിൽ ചർച്ചാണോ ഉത്തരവാദി? മറ്റു സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും വല്ല ബ്രാഹ്മണനോ നമ്പൂതിരിയോ അവിടുത്തെ ജാതീയ പ്രശ്നങ്ങൾ കാണിക്കുന്നതുകൊണ്ട് RSS എന്തുത്തരം ചെയ്തു? അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ തലയെ കെട്ടിവെച്ച് താങ്കൾക്ക് മാത്രം ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുന്നത് നിരുത്തരവാദിത്വപരമാണ്. ഇത്തരം വലിയ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇത്തരം മോശമായ ആർഗ്യുമെൻറ്റ്സ് ഇറക്കിയാൽ ഞങ്ങൾക്കും അതിനുള്ള ഉത്തരം പറയേണ്ടി വരും. 2, താങ്കളെപ്പോലുള്ള ഒരു പണ്ഡിതനായ ഒരു തിരുവസ്ത്രം ധരിക്കുന്ന ഒരു ഫാദർ, താങ്കൾ കുറച്ചുകൂടി ചരിത്രത്തെക്കുറിച്ചൊക്കെ വായിക്കണം. അതിപ്പോൾ താങ്കൾ ഞങ്ങളുടെ പുസ്തകങ്ങൾ ബെഞ്ച് ഓഫ് തോട്ട്സും ഒക്കെ വളരെ നന്നായിട്ട് വായിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ കൂടെ ഇടയ്ക്കെങ്കിലും ധരംപാൽ സാഹിത്യം, മഹാനായ ധരംപാൽ ഒരു ഗാന്ധിയൻ തോട്ടറാണ്, BJPയുടെ ആളൊന്നുമല്ല. അദ്ദേഹം എഴുതിയ ബ്യൂട്ടിഫുൾ ട്രീ എന്നുള്ള ഇന്ത്യൻ ചരിത്രത്തെയും ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെയും കുറിച്ച് വായിച്ച ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ദയവായി എപ്പോഴെങ്കിലും വായിച്ചു നോക്കണം. പുസ്തകം കിട്ടില്ലെങ്കിൽ ഞാൻ അയച്ചു തരാം. ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പും ഏതാണ്ട് 200-300 വർഷങ്ങൾക്ക് മുമ്പും ഇന്ത്യയിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസം നടന്നതെന്നും അത്തരം വിദ്യാഭ്യാസ സ്ഥാപനം എങ്ങനെയാണ് ഹിന്ദു സംഘടനകൾ നടത്തിയത്. RSS അല്ല കേട്ടോ,
ഹിന്ദു സംഘടനകൾ നടത്തിയിരുന്ന എങ്ങനെയായിരുന്നു, അവിടെ ദളിതർ എത്ര പഠിച്ചിരുന്നു എന്നും അവിടെ എത്ര ക്രിസ്ത്യാനികളും എത്ര മുസ്ലിങ്ങളും പഠിച്ചിരുന്നു, ആ ഭാഗത്ത് എത്ര ക്രിസ്ത്യൻ സംഘടനകൾ ഉണ്ടായിരുന്നു എന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. താങ്കൾ ദയവായിട്ട് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇത്തരം ആർഗ്യുമെന്റിൽ ഇറങ്ങണം എന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്ന ഒരൊറ്റ കാര്യം കൂടി, ഇത്തരം ആക്ടുകളിലെല്ലാം എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് മാറ്റാം. പക്ഷേ അത്തരങ്ങളിലുള്ള എല്ലാ കാര്യങ്ങൾക്കും രാഷ്ട്രീയമായി മറുപടി പറയുകയും അതിന് വ്യക്തതയില്ലാത്ത രീതിയിൽ അതെല്ലാം നരേന്ദ്രമോദി മറ്റേതോ രാജ്യങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ ജിൻഡോ ഒരൊറ്റ കാര്യം കൂടി ജിൻഡോ പറയുന്നുണ്ട്, റഷ്യയിലും ചൈനയിലും എന്തുകൊണ്ട് ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്നത്? അവിടെ നേരെ സ്റ്റേറ്റ് മാത്രമാണോ? ഡീപ് സ്റ്റേറ്റ് എന്നുള്ള പ്രയോഗം അത് BJP RSS ഉണ്ടാക്കിയതാണോ? അത്തരം രാജ്യങ്ങളിലെ ചില രഹസ്യ സംഘടനകൾ ഇന്ത്യ തകർക്കാൻ ശ്രമിക്കുന്നുള്ളത് BJP അധികാരത്തിൽ വന്നതിന് മുമ്പ് ഇത്തരം സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഇത്തരം ദുരൂഹമായ ആരോപണങ്ങൾ, ഒരു കൃത്യതയില്ലാത്ത ആരോപണങ്ങൾ കൊണ്ട് കൂടുതൽ ക്ലാരിറ്റി വരട്ടെ. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.